ഇനി രമേശ് ചെന്നിത്തല തന്നെ ബി ജെ പിയിലേക്ക് വന്നുകൂടെന്ന് അവർക്ക് തീർത്ത് പറയാൻ പറ്റില്ല. മോദിജി 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 ഈ ഒരു വാക്കിലാണ് അവർ നിന്നത്. പിണറായി മാറണം, പിണറായി സർക്കാർ മാറണം. ആ ചിന്തയാണ്, ആ നെഗറ്റീവ് വോട്ടാണ് UDF കിട്ടിയത്. ഈ തമിഴടി കണ്ടപ്പോൾ തന്നെ ജനം പറഞ്ഞു തുടങ്ങി ഇവർക്ക് വോട്ട് കൊടുക്കേണ്ടിയിരുന്നില്ല. ഈ CPM-ന്റെ സാധാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പിണറായിക്കെതിരെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി. ലീഗാണ് ഭരിക്കുന്നതെന്ന ചിന്തയുള്ള അസംതൃപ്ത കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. SC വേണുഗോപാലിനെ അദ്ദേഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കി കോൺഗ്രസ്? വിചാരിതമായിട്ട് BJP-യുടെ സ്ഥാനാർത്ഥിയാകുന്നു. 2016 വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ചാത്തന്നൂരിലെ ഒരു തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പും ഇത്തവണയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 2016 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് വരെ BJP-ക്ക് ലഭിച്ചതിനേക്കാൾ 10 ഇരട്ടി വോട്ടിന്റെ വർധനമാണ് 2016. 2011 അവിടുത്തെ തന്നെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ചാത്തുമ്മക്കാരൻ തന്നെ മത്സരിച്ചപ്പോഴും 3388 വോട്ട്, നേരെ 33,000-ലേക്ക് മാറുക. അതെ, ആ ഒരു വലിയ മാറ്റമുണ്ട്. അവിടെ തുടങ്ങുന്നു. പിന്നീട് 2021 വരുമ്പോൾ വീണ്ടും 10,000 വോട്ട് വർദ്ധിക്കും. കേരളത്തിലെ BJP-ക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ട് വർദ്ധിച്ച ഏക നിയമസഭാ മണ്ഡലം ചാത്തന്നൂരാണ്. 26 വന്നപ്പോൾ വീണ്ടും ഒരു 10,000 വോട്ട് വർദ്ധിച്ച് 52,000 വോട്ടിലേക്ക് മാറും. 2016 തൊട്ട് 21 2 തവണ 2ാം സ്ഥാനത്ത് വന്നൊരു നിയമസഭാ മണ്ഡലം. ഇത്തവണ ജനങ്ങൾ ചിന്തിച്ചത് 2 തവണ 2ാം സ്ഥാനത്ത് വന്നെയാണ്, ഇത്തവണ 1ാമതെത്തട്ടെ എന്ന് ചിന്തിച്ചു. ആ ചിന്തയാണ് ഈ 2016 എങ്ങനെയാണ് ഇത്ര ഒരു 3% നിന്ന് 24% എത്തിയത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഒന്ന് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഞാൻ ചാത്തന്നൂരിലെ പൊതുരംഗത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 2000 ഞാൻ ജനപ്രതിയാണ്. അതിന് മുമ്പും ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ചാത്തന്നൂരിൻ്റെ പൊതുരംഗത്താണ്. ഞാൻ 91 കൊല്ലം SM കോളേജിൽ MA 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടുപുറത്ത്, മീനാട് എന്ന് പറഞ്ഞ നാട്ടുപുറം അന്ന് ഈ നാടൻ ചുടുകട്ട വ്യവസായത്തിൻ്റെ ഒരു മേഖലയാണ്. അന്ന് വരെ അവിടെ CT മാത്രമേ ഉള്ളൂ, CPM മാത്രമേ ഉള്ളൂ. ആ മേഖലയിൽ അസംതൃപ്തരായ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾ നേതൃത്വത്തോട് അവരുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് ചിന്തിച്ച ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾ പൊതുരംഗത്തന്ന് മീനായിട്ട് നിൽക്കുന്ന എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് യൂണിയൻ നേതൃത്വം കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത്. 91 ഞാൻ പറഞ്ഞു ശരി. അവരോടൊപ്പം ചേർന്ന് നിന്ന് അന്ന് ആ സമരമാണ് 42 ദിവസം നീണ്ടിരിക്കുന്ന സമരമാണ് മീനാട്ട് ഇഷ്ടിക നിർമ്മാണ മേഖലയിൽ നടക്കുന്നത്. അവരോടൊപ്പം ചേർന്ന് നിന്ന് സമരം നടത്തി. ആ സമരത്തിലാണ് ആദ്യമായി ആ മേഖലയിൽ ഇഷ്ടിക നിർമ്മാണ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പള വർധനവ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. അതാണ് എൻ്റെ 95 വിജയത്തിന് കാരണമായി മാറിയത്. ഞാൻ സാധാരണക്കാരോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, തൊഴിലാളികളോടൊപ്പം നിന്നു. ഏതാണ്ട് 2000-ലധികം തൊഴിലാളികളുണ്ട് ആ മേഖല മൊത്തം, ചാത്തന്നൂർ മേഖലയിൽ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന മേഖല ഇഷ്ടിക നിർമ്മാണയുടെ മേഖലയാണ്. അത് ജനങ്ങളുണ്ടാക്കിയ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞാൻ നാളിതുവരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 95 പഞ്ചായത്ത് മെമ്പറാകുന്നു, 96 ചാത്തന്നൂർ SNDP യൂണിയൻ്റെ സെക്രട്ടറി ആവുന്നു, 99 പ്രസിഡന്റ് ആവുന്നു. ഇപ്പോഴും ഞാൻ ആ പദവി തുടരുന്നു. അപ്പോൾ രാഷ്ട്രീയ രംഗത്തായാലും പൊതുരംഗത്തായാലും തൊഴിലാളി മേഖലയിലായാലും ജനപ്രതിനിധി 95,000 ജനപ്രതിനിധി ഈ മേഖലകളിൽ ഞാൻ അവരോടൊപ്പം നിരന്തരം നിൽക്കുന്നു എന്ന ചിന്ത തന്നെയാണ് 2016 ഇത്രയധികം വോട്ടിലേക്ക് വരാനുള്ള മുഖ്യ കാരണം. ആ വിശ്വാസം, അവരുടെ വിശ്വാസം, ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഇപ്പോഴും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഒരാൾ സാധാരണക്കാരാണ്. ഇപ്പോൾ 2 പേർ വിജയിച്ചു, 2 പേരും കേന്ദ്രമന്ത്രിമാർ, രാജ്യസഭയിൽ. അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ വെറും സാധാരണക്കാരൻ മാത്രമാണ്. അവരോടൊപ്പം നിൽക്കുന്നത്. താങ്കൾ ഒരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വരികയാണ്. അച്ഛനൊരു കോൺഗ്രസ് നേതാവായിരുന്നു. എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്കുള്ള ഒരു ഷിഫ്റ്റിന്റെ കാരണങ്ങൾ എന്തായിരുന്നു? 2016 വീട്ടിൽ തൊട്ടടുത്ത ഇപ്പൊ സംഘത്തിന്റെ പ്രചാരകനായിട്ടുള്ള ശ്രീ ഉണ്ണി
എന്നെ അണ്ണാന്നാ വിളിക്കുന്നത്, എനിക്ക് ലാപ്ടോപ്പ്. അപ്പോൾ ഇന്ന് രാവിലെ കാണുമ്പോഴത്തേക്ക് കാര്യം 2016 തൊട്ട് മുമ്പ് ഏതാണ്ട് ഒരു 4-5 മാസം മുമ്പ്, മെയ് മാസത്തിൽ 4-5 മാസം മുമ്പ് അത്തവണ BJP-യുടെ സ്ഥാനാർത്ഥിയാവും. ഒരു പക്ഷേ BJP-ക്ക് അത്ര വോട്ടുകൾ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മനസ്സിൽ ഒരു ചിന്തയായിരിക്കാം, ആ പ്രചാരകരുടെ മനസ്സിലൂടെ ഒരു ചിന്തയായിരിക്കാം, അണ്ണ സ്ഥാനാർത്ഥിയാകണം എന്നിങ്ങനെ പറഞ്ഞു. ആ ഒരു നിർബന്ധ ബുദ്ധിയാണ് ഞാൻ BJP സ്ഥാനാർത്ഥിയാകണം. ഒപ്പം കോൺഗ്രസിനകത്തുള്ള പലതരത്തിലുള്ള അവഗണനയുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി, അദ്ദേഹം വേറെ ചില മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചു ഞാൻ BJP സ്ഥാനാർത്ഥിയാകാൻ. മിസ്തികാൾ എഴുതി മെമ്പർഷിപ്പ് എടുത്ത് 3-ാം മണിക്കൂർ ഞാൻ സ്ഥാനാർത്ഥിയാവാം. താങ്കൾ SNDP യൂണിയൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. പ്രധാന എതിരാളി CPI എന്ന് പറയുന്ന ഒരു നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാവായിരുന്നു. താങ്കൾ കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് ഒരു വലിയ പിന്നോക്ക വിഭാഗത്തിൻ്റെ വോട്ടുകളും കൂടിയായിരുന്നു. ആ ഒരു കമ്മ്യൂണിറ്റി ഇക്വേഷനല്ലേ അതിനകത്ത് വർക്ക് ചെയ്തത്? ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം രൂപീകൃതമായ കാലഘട്ടം നമ്മൾ നോക്കിയാൽ ഒന്ന് ശ്രീ P. രവീന്ദ്രൻ അദ്ദേഹമായിരുന്നു അവിടുത്തെ MLA. ഇപ്പം മണ്ഡലത്തിൽ ഘടനയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് നെടുമല പഞ്ചായത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരേ ഇപ്പുറത്ത് പൂയപ്പള്ളി ഇതിനോടൊപ്പം ചേർന്നു. അതിനുശേഷം പിന്നെ അവിടെ ജയിക്കുന്ന ശ്രീ J. ചിത്രരഞ്ജനാണ്. ഒരിക്കൽ ശ്രീ തങ്കമുള സാർ അവിടെ ജയിച്ചിട്ടുണ്ട്. അന്ന് നിയമസഭ കൂടി ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് K. ചിത്രരഞ്ജനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ചാത്തന്നൂർക്കാരൻ തന്നെയായ ശ്രീ C. V. പത്മനാഭൻ MLA ആവും. പിന്നീട് അദ്ദേഹം മന്ത്രി, മുഖ്യമന്ത്രിയുടെ ചുമതല, KPC പ്രസിഡന്റ് ആ പദവികളിലൊക്കെ പോയി. അദ്ദേഹത്തെ വീണ്ടും പരാജയപ്പെടുന്നത് ശ്രീ P. രവീന്ദ്രനാണ്. പിന്നീടാണ് ശ്രീ N. രവീന്ദ്രനും ശ്രീ പ്രതാപവർമ്മ തമ്പാനും ഒക്കെ വീണ്ടും അതിന് കമ്മിറ്റി കാര്യം 3 തവണയും UDF അവിടെ ജയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അടിസ്ഥാനപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലം. പിന്നെയാണ് 2011 ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ശ്രീ ജയലാൽ സ്ഥാനാർത്ഥിയാവുന്നത്. അപ്പോൾ ഇതെല്ലാം പൊതുരംഗത്തുള്ള അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാവാം അത്തരം പരിഗണനയിലേക്ക് വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഒരു അവഗണനയുമില്ലേ? ആ മണ്ഡലം കുറെ കാലമായി കോൺഗ്രസ് അല്ലെങ്കിൽ UDF ശ്രദ്ധിക്കാതെ അതിന്റെ വിജയസാധ്യത ഇല്ല എന്നുള്ളൊരു പ്രതീതി ഉള്ളതുകൊണ്ട് അത് BJP ക്യാഷൻ ചെയ്തു എന്നും കരുതിക്കൂടെ? 2011 തെരഞ്ഞെടുപ്പിൽ 47,000 വോട്ട് കുറിച്ചിരുന്നു ശ്രീമതി ബിന്ദു കൃഷ്ണ. ഞാൻ ജയിക്കുന്നു. അതിനുശേഷം 2016 ഞാൻ വരുമ്പോൾ ശ്രീ സൂര്യനാരായണ രാജശേഖരനാണ് മത്സരിക്കുന്നത്. അദ്ദേഹം 3-ാം സ്ഥാനത്തായതോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസ് ചാത്തന്നൂർ മണ്ഡലം ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ഇത്തവണ തന്നെ ഏറ്റവും ആദ്യം പരിഗണിച്ചത് ഫോർവേഡ് ബ്ലോക്കിന്റെ ശ്രീ ദേവരാജനെ, അദ്ദേഹത്തെയാണ് ആദ്യം പരിഗണിച്ചത്. അദ്ദേഹത്തിന് പിന്നെ അതിനെതിരെ കുറേ പോസ്റ്ററും ഒക്കെ ആയിട്ടാണ് പിന്നീട് ശ്രീ സൂര്യജിയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തുടക്കം തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇത്തവണ ഗോപകുമാർ ജയിക്കും, BJP ജയിക്കും എന്ന് തുടക്കം മുതൽ തന്നെ ആൾക്കാരുടെ ഒരു സംസാരമായി മാറി. അതിൽ ഈ കോൺഗ്രസ്സുകാർ ജയത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിനെ BJP RSS സഹായിക്കുകയും അതിന് പകരമായിട്ട് CPM ഇവിടെ താങ്കളെ സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരു വാസ്തവമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ UDF പിടിച്ച വോട്ട് എന്തുകൊണ്ട് ഇത്തവണ പിടിച്ചില്ല? രമേന്ദ്രൻ അവിടെ നല്ലൊരില്ലായിരുന്നു ചാത്തന്നൂർ. ആ വോട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? പക്ഷേ വോട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. പീതാംബരക്കുറുപ്പ് പിടിച്ച വോട്ട് തന്നെ. അത്രേ ഉള്ളൂ, അത്ര വോട്ടേ പിടിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ട് പിടിച്ചില്ല? ഒരു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് എന്തുകൊണ്ട് ഇത്തവണ കിട്ടിയില്ല? മറുപടിയെ ഈ കൊട്ടാരക്കര ഈ ആരോപണം ഉന്നയിച്ച സുരേഷ് ഗോപി പിടിച്ച വോട്ട് എന്തുകൊണ്ട് അവിടെ UDFന് കിട്ടിയില്ല? അങ്ങനെയാണെങ്കിൽ UDF LDF തമ്മിൽ കച്ചവടമാണ്. കൊല്ലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ച വോട്ട് ഇത്തവണ LDF പിടിച്ചിട്ടില്ല, UDFന് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ LDFന്റെ വോട്ട് മറിച്ച് UDFന് കൊടുത്തിട്ടുണ്ട്. ജനവിധി അംഗീകരിക്കുക എന്നുള്ള സാമാന്യ മര്യാദയാണ് എല്ലാവരും കാണിക്കേണ്ടത്. അല്ലാതെ കണക്ക് കാണിച്ചിട്ട് BJP ജയിക്കുമ്പോൾ അത് ഇതേപോലെ ഡീലെന്ന് പറയുക, അവർ ജയിക്കുമ്പോൾ അത് ജനവിധി എന്നും പറയുക. ഈ തെറ്റ് എന്ന് ഈ 2 മുന്നണിയും അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ അവർക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കത്തുള്ളൂ. ഒരു വിജയത്തെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് പറ്റുന്നതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർ ആ തെറ്റ് അതേപോലെ തുടരട്ടെ എന്നാണ് BJPയുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം. ഞങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഇവരുടെ ഈ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം കേരളത്തിൽ. ഈ
ഈ പല ഘടകങ്ങൾ പറയുമ്പോഴേ താങ്കൾ ഒരു മണ്ഡലത്തിൽ 2 തവണ 2ാം സ്ഥാനത്ത് വന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിന്ന് മത്സരിക്കുന്നു എന്നൊരു ഘടകം, അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിജയത്തിന്? ഞാൻ മണ്ഡലം വിട്ട് നിന്നിട്ടില്ല. 2014 പരാജയിച്ചതാണ്. 2024 10,000 വോട്ട് വർദ്ധിപ്പിച്ചു. വീണ്ടും അവിടെ ആ മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ചു. എൻ്റെ സ്വന്തം സ്ഥലമല്ലേ, കേന്ദ്രീകരിക്കാൻ പ്രത്യേകിച്ച് കാരണം ഞാൻ നേരത്തെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ വീണ്ടും അവിടുത്തെ ആൾക്കാരുടെ സുഹൃത്തുക്കളിലായാലും അവിടുത്തെ വികസന കാര്യങ്ങളിലായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരോടൊപ്പം തന്നെ നിന്നു. ആ വിശ്വാസമാണ് 3ാമത് വിജയത്തിലേക്ക് മാറിയത്. ഈ CPI അവരുടെ അസസ്മെന്റിൽ പറയുന്നുണ്ട് ഇത്തവണയും GS ജയലാലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല, റിസൾട്ട് മറിച്ചായിരിക്കും എന്നാണ് അവരുടെ ഒരു അസസ്മെന്റ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ജയലാൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മത്സരം കൂടുതൽ കടുത്തതാകുമായിരുന്നു? ജയലാൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം കുറച്ചും കൂടി വർദ്ധിച്ചേനെ. ഇത് പുതിയ ആള്, അത്തരം അസംതൃപ്തിയൊന്നും ഇത്തവണ ഇടത് ക്യാമ്പിലില്ലായിരുന്നു. ജയലാലിനെതിരെ തുടർച്ചയായി പല ഘടകങ്ങൾ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. കഴിഞ്ഞ തവണയും മാറ്റി നിർത്താൻ തീരുമാനിച്ചതാണ് ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ, പാർട്ടിയുടെ ആരോപണം അടിസ്ഥാനത്തിൽ. അന്ന് ഞാൻ കേട്ടത് വാസ്തവം എനിക്കറിയില്ല, പിണറായി ഇടപെട്ടിട്ടാണ് ജയലാൽ മത്സരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കേൾക്കുന്നു. എനിക്ക് എൻ്റെ കരാമല പാർട്ടിയുടെ കാര്യം എനിക്ക് വ്യക്തിപരമായി അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തവണ അതിനേക്കാൾ വലിയ അസംതൃപ്തി നിലനിർത്ത സമയമാണ്. എൻ്റെ നല്ല വിശ്വാസം ജയലാലായിരുന്നെങ്കിൽ ഭൂരിപക്ഷം 10,000 കടക്കുമായിരുന്നു. ഈ CPIയിൽ നിന്നുള്ള ഇത്തരം അസംതൃപ്ത വോട്ടുകൾ, CPMൽ നിന്നുള്ള അസംതൃപ്ത വോട്ടുകളാണോ ഈ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകം? അത് ജനങ്ങളുടെ എന്നാലും അംഗീകാരമാണ്. സ്വാഭാവികമായിട്ടും ജയലാലിന് സീറ്റ് കിട്ടാത്തതിന്റെ അസംതൃപ്തി അദ്ദേഹത്തിന് കാണുമായിരിക്കാം. അവരെ പാർട്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിനകത്ത് സീറ്റ് കിട്ടാത്തവരൊക്കെ അസംതൃപ്തരായിരിക്കും. അല്ല, പക്ഷേ ഈ ജയലാലിന് സീറ്റ് കൊടുക്കാത്തത് അവിടെ ഒരു വലിയ CPIയിലും LDFിലും വലിയൊരു ചർച്ചയായിരുന്നു. ആ ഒരു അസംതൃപ്തി താങ്കളെ സഹായിച്ചിട്ടുണ്ടോ? CPI പൊതു നിലപാട് 3 ടൈം മത്സരിച്ചവർക്ക് ആ പാർട്ടിയുടെ ഒരു പൊതു നിലപാട്. അപ്പോൾ ജയലാലിനെ സംബന്ധിച്ച് അത്ര വലിയ അസംതൃപ്തി ഈ ആ വോട്ടൊന്നും അല്ല. ഇത് ജനങ്ങളെ ചിന്തിച്ച് നൽകിയ ഒരു വോട്ട് തന്നെയാണ്. താങ്കൾക്ക് ഈ കോൺഗ്രസിൽ നിന്നാണോ ഇടതുപക്ഷത്തിൽ നിന്നാണോ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടാവും? ജനങ്ങളുടെ വോട്ടാണ് കിട്ടിയത്. ഈ വോട്ട് സ്വാഭാവികമായിട്ട് 10,000 വോട്ട് കുറഞ്ഞ ആൾക്കാർ LDFിനാണ്. അവിടെ LDF വിളിയപ്പെടുന്നില്ല, ജനങ്ങൾ തീരുമാനിച്ചു, ജനങ്ങൾ അനുഭവിച്ചു. പക്ഷേ BJP ജയിച്ചിട്ടുള്ള 3 സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 3ഇടത്തും LDFിന് സിറ്റിംഗ് സീറ്റുകളായിരുന്നു. 3ഇടത്ത് 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഓൺ എ ലാർജർ പിക്ചർ BJPയുടെ ഗ്രോത്തിനെ ശരിക്കും ഗ്രോത്ത് വരുമ്പോൾ ആരായിരിക്കും കൂടുതൽ എഫക്റ്റഡ് ആവുക ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ? BJP പടിപടിയായി വളരുന്ന പ്രസ്ഥാനമാണ് കേരളം. നമ്മൾ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കി, ഇപ്പൊ ആരുടെ വോട്ട് കുറയുന്നു എന്നല്ല, ജനങ്ങളുടെ വിശ്വാസം BJPയിലേക്ക് മാറും. ഇപ്പൊ UDFന് വലിയ വിജയം കിട്ടി. സ്വാഭാവികമായും LDF മന്ത്രിമാരടക്കം പരാജയപ്പെട്ടു. പക്ഷേ BJPക്ക് 3 സീറ്റ് കിട്ടിയ വോട്ടിംഗ് ശതമാനത്തിൽ വ്യത്യാസമുണ്ട്. കേരളം മാറി ചിന്തിക്കുക. ഈ 2 മുന്നണികൾക്കും ബദലായി ഒരു രാഷ്ട്രീയം കേരളത്തിൽ വേണം. അത് മോദിജിയുടെ രാഷ്ട്രീയമാണ്. മോദിജിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിലും വേണം. അതുകൊണ്ട് തന്നെ പക്ഷെ അവിടെ ഒരു ഓപ്ഷൻ ഇത്രയും നാൾ ഇല്ലായിരുന്നു. LDF അല്ലെങ്കിൽ UDF. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. കഴിഞ്ഞ 30 സീറ്റുണ്ട്, 2ാം സ്ഥാനത്ത് വന്നു. ചാത്തന്നൂർ 2 തവണ തുടർച്ചയായിട്ട് 2ാം സ്ഥാനത്ത് വന്നു. അവിടെ ഇപ്പം ജനത്തിന് കൂടുതൽ വിശ്വാസമായി കഴിഞ്ഞു. 3 സീറ്റിലേക്ക് വന്നു. ഇവർക്ക് 2 പേർക്കും ബദലായി BJP ഉണ്ട്, നരേന്ദ്രമോദിയുടെ ശബ്ദമുണ്ട് എന്ന ചിന്തയാണ് കേരള രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു മാറ്റം. ലോക്കൽ ബോഡി ഇലക്ഷനിൽ BJPക്ക് അവിടെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളും ഇല്ലല്ലോ. താങ്കൾക്കൊരു വളർച്ച ഉണ്ടാവുകയും BJPക്ക് ഒരു വളർച്ച ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അല്ല, BJP വളർച്ചയിലാണ്. ഇപ്പോൾ ശരിയാണ്, ചെറുക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പം 16-ലായാലും 21-ലായാലും ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് കിട്ടിയ വോട്ട് പിന്നീട് ത്രിതല പഞ്ചായത്ത് സമിതി കിട്ടില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഇപ്പോൾ 40 ഉണ്ട് അവിടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ. ചാത്തന്നൂർ ഞാൻ 21 മത്സരിക്കുമ്പോൾ 34 ജനപ്രതികളുണ്ട്. ഇപ്പം 6 കൂടെ കൂടി 40ആയി. ഇപ്പോൾ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ 2016 ശേഷം നമുക്ക് വലിയ മാറ്റം ചാത്തന്നൂരിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്കൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കരുവാലക്കൽ പഞ്ചായത്ത് ഞങ്ങൾ ഭരിച്ചിരുന്നു. പക്ഷേ ചില പാർട്ടിക്ക് അത്തരത്തിൽ പ്രശ്നങ്ങൾ കാരണം ഞാൻ ജില്ലാ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ
അത് നമുക്ക് നഷ്ടപ്പെട്ടു മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിലാണ് നമ്മൾ ഭരിച്ചത്. ഇപ്പൊ ചിറക്കര പഞ്ചായത്ത് ഞങ്ങൾ തുല്യമായിരുന്നു. നറുക്കെടുപ്പിൽ പ്രസിഡന്റ്ഷിപ്പ് പോയി, വൈസ് പ്രസിഡന്റ്ഷിപ്പ് ഞങ്ങൾ കിട്ടി. അതാണ് ഈ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗോപകുമാർ എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപ്രഭാവമല്ലേ? വേറെ ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ ബി ജെ പി ഒരു പാർട്ടിക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്ത ഗ്രാസ് റൂട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണമാണ്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാം. അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം? വ്യക്തിക്കല്ലല്ലോ പ്രാധാന്യം, സംഘടനയല്ലേ എല്ലാം ആക്കുന്നത്. അവിടെ ആ സംഘടനയും ചിലപ്പോൾ വ്യക്തിപരമായ ആൾക്കാരുടെ സ്വാധീനം ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഇത് രണ്ടും കൂടി ചേർന്നതാണ് വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല. അതുപോലെ താങ്കളുടെ ഇത്തവണത്തെ പ്രചാരണത്തിൽ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതായത് കേട്ടിട്ടുള്ളത് 5 തവണയെങ്കിലും സ്ക്വാഡ് വർക്ക് അവിടെ നടന്നിട്ടുണ്ട് കേൾക്കുന്നു. അതൊരു മ്യൂട്ടഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ ജയിച്ച നിയമവും കഴക്കൂട്ടം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മോദി വരുന്നതിന് ഹൈ ഒക്ടേൻ ക്യാമ്പയിൻ. അപ്പം അവിടെയും വിജയം ഉണ്ടായി, ഇവിടെയും ഉണ്ടായി. ഇവിടുത്തെ സ്ട്രാറ്റജി എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിരുന്നത്? ഇങ്ങനെ നമ്മൾ വളരെ നിശബ്ദമായ ഒരു പ്രചരണ രീതിക്കാണ് ഇത്തവണ അവിടെ സംഘപരിവാർ പ്രസ്ഥാനം നേതൃത്വം കൊടുത്തത്. വലിയ നേതാക്കന്മാരുടെ ഒന്നും പ്രചരണം അവിടെ ഇല്ലായിരുന്നു. പ്രധാനമായും കേന്ദ്രീകരിച്ച് ഇത്തവണ ബൂത്ത് തല പ്രവർത്തനത്തിലാണ്. ഇവർ രണ്ടുപേരും കേന്ദ്രമന്ത്രിയുമാണ്, മുൻ കേന്ദ്രമന്ത്രിയുമാണ്. ഒരാൾ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഒരാൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ. അവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മൾ അവിടെ കേന്ദ്രീകരിച്ചത് ഗൃഹസന്ദർശനത്തിന് പ്രാധാന്യം കൊടുക്കുക, ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിന് കൂടുതൽ സമയം ചെലവഴിക്കുക. സ്ഥാനാർത്ഥി എന്ന രീതിയിലും പാർട്ടിയുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രവർത്തകരും ഇത്തവണ കേന്ദ്രീകരിച്ചത് ബൂത്ത് തല വർക്കിനാണ്. കുടുംബയോഗങ്ങൾ അടക്കമുള്ള ബൂത്ത് തല കൊച്ചു കൊച്ചു കുടുംബയോഗം ഇതടക്കമാണ് ഞങ്ങൾ കേന്ദ്രീകരിച്ചത്. ആ ബൂത്തിൽ നിന്ന് വളരെ നിശബ്ദമായ ഒരു ബൂത്ത് തല പ്രവർത്തനമാണ്, ജനങ്ങളുമായിട്ടുള്ള ഒരു തുടർച്ചയായ ഇടപഴകലാണ് വിജയത്തിലേക്ക്. സംഘം നേരിട്ട് ഇറങ്ങിയിരുന്നു, വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു താങ്കളുടെ കൂടെ. സംഘപരിവാർ പ്രസ്ഥാനം മുഴുവൻ ഉണ്ടല്ലോ. ഒപ്പം സംഘത്തിന്റെ ഭാഗത്താണ് ഒരു സംയോജകം സഹസംയോജകർക്ക് വരുന്നത്. ഞാൻ ശ്രദ്ധിച്ചത് RSS ആയിരുന്നു പ്രചാരണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചത്. BJP വർക്കർമാരല്ലായിരുന്നു ഈ ബഹളങ്ങൾക്കൊന്നും. അവർ ഈ RSS ആയിരുന്നു, പുറത്തു നിന്നും ഉള്ള നേതാക്കളുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അതൊന്ന് വിശദീകരിക്കും. എന്നെ കൊണ്ടുവന്നൊരു പശ്ചാത്തലം ഞാൻ പറഞ്ഞില്ലേ. എന്നെ കൊണ്ടുവന്നത് ഇപ്പോൾ ഇതെല്ലാം വേണ്ടുന്ന പ്രോത്സാഹനം ഒക്കെ ചെയ്തിരുന്നത് തന്നെയാണ് RSS തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സംഘപരിവാർ പ്രസ്ഥാനം മുഴുവൻ ഏറ്റെടുത്തുള്ള പ്രവർത്തനം ആ തരത്തിലേക്ക് അതിനെ മാറി. അതുപോലെ പുറത്തു നിന്നുള്ള BJP നേതാക്കൾ, MLA-മാർ, അങ്ങനെ അവരുടെ ഒരു ഇതുണ്ടായിരുന്നു അവിടെ. അവിടെ വന്ന ദേശീയ നേതാവ് നഡ്ഡാജിയാണ്. ഒരു ഇൻഡോർ പ്രോഗ്രാമാണ് അദ്ദേഹം പങ്കെടുത്തത്, റോഡ് ഷോ ഒന്നുമില്ല. പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള MLA അദ്ദേഹം ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഫുൾ ടൈം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ എല്ലാം ഒരു റോൾ? എന്തായിരുന്നു അവരുടെ റോൾ? ഒന്ന്, സംഘടനാ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ട സഹായം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരും പോയി വ്യക്തിപരമായി അവർക്ക് അവിടെ നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് BJP വിജയിക്കണം കേരളത്തിൽ? നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അവർ പ്രധാനമായും മോദിജി 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 ഈ ഒരു വാക്കിലാണ് അവർ നിന്നത്. ആ ഒരു ഭരണം കൂടി ഇവിടെ ഉണ്ടാവണം. ആ ഒരു പ്രചരണ രീതിയാണ് പ്രധാനമായും പുറത്തുനിന്നുള്ളവർ അവിടെ നടത്തിയത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പം ഈ ഇലക്ഷന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? ഇതാണ് വേർഡിക്റ്റ് വരാൻ പോകുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? യഥാർത്ഥത്തിൽ തീർത്തും ദുർബലമായ ഒരു സംഘടനാ സംവിധാനമായിരുന്നല്ലോ UDF-നും കോൺഗ്രസിനൊക്കെ ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ മനസ്സിൽ പിണറായി സർക്കാരിനെതിരെ ഒരു ജനവികാരം, ആ പിണറായി സർക്കാരിനുള്ള ഒരു ജനവികാരം UDF-ന് അനുകൂലമായി മാറി. കാര്യം അവരാണ് പ്രതിപക്ഷത്തിലുണ്ടായത്. ചിത്രം മാറുകയാണ്, BJP-യിലേക്ക് മാറുകയാണ്. അത് വേറെ. അതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിനെതിരെയുള്ള വോട്ട് UDF-ന് കിട്ടിയെന്ന നേട്ടം മാത്രമാണ് UDF-ന് ഇപ്പോൾ നിലവിലുള്ളത്. വിജയം കഴിഞ്ഞു. ഇന്നലെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. ഈ തമ്മിലടി കണ്ടപ്പോൾ തന്നെ ജനം പറഞ്ഞു തുടങ്ങി ഇവർക്ക് വോട്ട് കൊടുക്കേണ്ടിയിരുന്നില്ല. 3 പേരും 3 കൊമ്പത്താണ്, എങ്ങനെ മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ UDF വരാനുള്ള കാരണം പിണറായി മാറണം, പിണറായി സർക്കാർ മാറണം. ആ ചിന്തയാണ്, ആ നെഗറ്റീവ് വോട്ടാണ്
UDF കിട്ടിയത്. പക്ഷേ VD സതീശനൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു 100-ൽ പരം സീറ്റുകൾ നേടി ഭരണത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. അപ്പൊ അതങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലൂക്കിന് ജയിച്ചതാവാൻ വഴിയുണ്ടോ? അതെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും പറയും. പോളിംഗിന് ശേഷം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് 80 സീറ്റ് കിട്ടും. അവരുടെ മനസ്സിൽ പോലും 100 സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പോളിംഗിന് ശേഷം അവിടെ ഉറച്ചിരിക്കട്ടെ. ഏറ്റവും അവസാനം മാധ്യമ സുഹൃത്തുക്കൾ VD സതീശന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ കയറിപ്പോയ VD സതീശന് ചിത്രം നമ്മുടെ മുന്നിലുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ആവർത്തിച്ച് പറയണ്ടേ, ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും, പോളിംഗിന് ശേഷം ഉറപ്പിച്ച് പറയണ്ടേ? അപ്പോൾ അവർക്ക് അങ്ങനെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തുകൾക്ക് ഇതുപോലെ ആയിരുന്നു, അവർ പ്രതീക്ഷിച്ചില്ല ഇത്രയും പഞ്ചായത്ത് കിട്ടുമെന്ന്. അപ്പൊ അത്രമാത്രം ജനവികാരം എതിരായിരുന്നു പിണറായി സർക്കാർ. അത് അനുകൂലമായി. അത് CPM തിരിച്ചറിഞ്ഞില്ലേ? എന്താ തോന്നുന്നത്? CPM തിരിച്ചറിയുന്ന കാലഘട്ടമൊക്കെ കേരളത്തിൽ പോയി. ചാത്തന് 15,000 വോട്ടിന് ജയിക്കുന്നതാണ് അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി അടക്കം റിപ്പോർട്ട് ചെയ്തത്. എന്നോട് അടുപ്പുള്ള ഒരു CPM നേതാവ്, ഉത്തരവാദിത്തമുള്ള പേരൊന്നും പറഞ്ഞത് ശരിയല്ല, ഞങ്ങളൊരു കണക്ക് എഴുതി കൊടുത്തു, എൻ്റെ കുത്തി 60 വോട്ട് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങളാ ലീഡ് ചെയ്യുന്നത് എനിക്കറിയാം, എന്നാലും എഴുതി കൊടുത്തത് അങ്ങനെയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സാധാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പിണറായിക്കെതിരെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി. എന്നോട് ആ വ്യക്തി പറഞ്ഞത്, ആദ്യത്തെ ഒരു നോട്ടീസിനകത്ത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഫോട്ടോയുമായി പോകത്തില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തില്ലെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പൊ അത്രമാത്രം പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുള്ള മനോചിന്ത പോലും CPM മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ജനങ്ങളിൽ നിന്ന് അകന്നില്ലേ, അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ മാറിയില്ലേ. 4 പേര് റിബലായിട്ട് മത്സരിച്ചു, 3 പേര് വിജയിച്ചില്ല. പട്ടാരിക്കര മാത്രമേ ഉള്ളൂ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടത്. ജി സുധാകരനെ പോലുള്ളവർ മറ്റു 2 പേർ ഒരു കൃത്യം മെസ്സേജ് പാർട്ടി പ്രവർത്തകർ കൊടുത്തു, നിങ്ങളല്ല കമ്മ്യൂണിസ്റ്റ്, എവരാണ് കമ്മ്യൂണിസ്റ്റ്. ആ ചിന്തയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. ശരിയായ കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും ജയിക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതെ, ശരിയായ കമ്മ്യൂണിസ്റ്റ് ജയിച്ചു. നമുക്ക് രാഷ്ട്രീയപരമായി ആശയപരമായും ജി സുധാകരനോട് നമുക്ക് എതിർപ്പാണ്. പക്ഷേ ജി സുധാകരൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പറഞ്ഞൊരു വാചകമാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പേന താഴെ വീണു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ പേന എടുത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ശ്രീ ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജയിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് വിറ്റവർ പരാജയപ്പെടുന്നു. CPM-ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ബംഗാളിലും ത്രിപുരയിലും തിരിച്ചുവരവ് CPM-ന് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഇനി സാധ്യത BJP-ക്കാണ്. അപ്പൊ CPM-ന്റെ സ്പേസിലേക്കാണോ ഇനി BJP വളരാൻ പോകുന്നത്? സ്വാഭാവികമായി അങ്ങനെ തന്നെ. ബംഗാളിലും ത്രിപുരയിലും CPM നേതാക്കളായിരുന്നു ഇങ്ങോട്ട് വന്നത്. കേരളത്തിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? കേരളത്തിലെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വലിയ തോതിൽ അണികളുടെ ഒഴുക്ക് ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് BJP-യിലേക്ക്. കോൺഗ്രസിൽ ഇപ്പോൾ കണ്ട അനിശ്ചിതത്വവും ലീഗാണ് ഭരിക്കുന്നതെന്ന ചിന്തയുള്ള അസംതൃപ്ത കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. നേതാക്കന്മാർ മാത്രമല്ല, അണികളുണ്ട്. ഇത് രണ്ടും ഇനി BJP-യിലേക്ക്. VD സതീശനാണ് CM എന്ന് പറഞ്ഞപ്പോഴത്തേക്കും BJP നേതാക്കൾ പലരും രാജേഷ് നിശ്ചയം കെ സുരേന്ദ്രനൊക്കെ ഉള്ളവരെല്ലാവരും ലീഗാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു പ്രചാരണത്തിലേക്കാണ്. നല്ലൊരു രാഷ്ട്രീയ പ്രവണതയായിട്ട് തോന്നുന്നുണ്ട് BJP-ക്ക്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി 11 ദിവസം വൈകിപ്പിച്ചത്? രാഹുൽ ഗാന്ധി 3 മണിക്കൂർ KC വേണുഗോപാൽ ചർച്ച ചെയ്തിട്ടാണ് പ്രശ്നം സെറ്റിൽ ചെയ്തെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടത് KC വേണുഗോപാലിൻ്റെ അഭിപ്രായം, പത്രത്തിലല്ല ഞാൻ കണ്ടത്, സോഷ്യൽ മീഡിയ കണ്ടത്, വേണമെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി കൊടുക്കാം. അപ്പം അസംതൃപ്തി വ്യക്തമാണ്. ലീഗിന്റെ നിലപാട് നിർണായകമായി. ഏറ്റവും അവസാനം പണത്തൊക്കെ വീണ്ടും വിളിച്ചു ചോദിച്ചെന്നാ പറയുന്നത് കോൺഗ്രസ് ദേശീയ നേതാക്കൾ. VD സതീശനിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ചോദിച്ചെന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. അപ്പോൾ ആരുടെ അതിൻ്റെ നടപ്പിലായത് വ്യക്തമായി. ആ യാഥാർത്ഥ്യം BJP ജനങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ലീഗ് കേരളത്തിലെ ഇന്ത്യയിലെ ഒരു അംഗീകൃത പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ലീഗ് ഭരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലേ, ലീഗ് ഭരിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടെന്നോ എന്നങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. ശരിയായ ഭരണം നടക്കണം, അതിനൊന്നും ഭൂരിപക്ഷമുള്ള ആർക്കും ഭരിച്ചുകൂടി, അതൊരു ജനാധിപത്യ മര്യാദയാണ്. പക്ഷെ നടപ്പിലാക്കപ്പെടുന്ന ആശയങ്ങൾ, അജണ്ടകൾ, വികസന പ്രവർത്തനങ്ങൾ, അത് ഒരു സാമൂഹ്യ നീതിയുടേതാകണം. ആ സാമൂഹ്യ നീതി ലഭിച്ചാൽ മതി. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമായി വീതിക്കപ്പെടണം. അത് മാത്രമേ ഉള്ളൂ BJP പറയുന്നത്.
ഇതേ ഒരു ആർഗ്യുമെന്റ് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് NSSും SNDP പറയുന്നത്. അപ്പോൾ അവരും ഈ കാലക്രമേണ അങ്ങനെ ഒരു ഷിഫ്റ്റ് BJPയിലേക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഡിസ്ഗ്രണ്ടിൽമെന്റ്, അതായത് വേറൊരു അജണ്ട നടപ്പാകുന്നു എന്നുള്ളൊരു കൺസേൺ കാരണം അവരുടെ ഐഡിയോളജിയും പതുക്കെ BJPയിലേക്ക് വരും എന്ന് തോന്നുന്നുണ്ടോ? സമുദായ സംഘടനകളുടെ അജണ്ട തീരുമാനിക്കുന്നവരാണ് എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് പൊതുവിൽ കാണുന്ന ഒരു ചർച്ചയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം അജണ്ടകളിലേക്ക് പോകുന്നത് കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിൽ ശരിയാകുമോ എന്ന വളരെ സജീവമായ ചർച്ച താഴെത്തട്ടിലേക്ക് ഇപ്പോൾ നടക്കുന്നു. അതിനാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ കെ സുരേന്ദ്രന്റെ ഒരു പോസ്റ്റ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ലീഗിന്റെ തങ്ങളുടെ ഫോട്ടോയും ഒന്ന് ജമാഅത്ത് ഇസ്ലാമി നേതാവിന്റെ ഫോട്ടോയുമാണ്. എന്താണ് സുരേന്ദ്രൻ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അത് ലീഗാണല്ലോ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കപ്പെട്ടത്. ലീഗിനോട് അവസാനം ചോദിച്ചല്ലോ, VD സതീശനെ മാറ്റുന്നതിൽ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടോ? അസംതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്നലെ VD സതീശനെ പ്രഖ്യാപിക്കപ്പെട്ടത്. SC വേണുഗോപാലിന് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹമാണല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്. അദ്ദേഹത്തെ എന്തുകൊണ്ട് ഒഴിവാക്കി കോൺഗ്രസ്? പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് KC ആണെന്നാണ് പറയുന്നത്. KCക്കാണ് MLA-മാരുടെ ഭൂരിപക്ഷം. അങ്ങനെയാണെങ്കിൽ ആ KC എന്തിന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി രാഷ്ട്രീയകാര്യ കാര്യങ്ങളെല്ലാം നോക്കുന്നയാൾ? അങ്ങനെയുള്ള ആളിനെ എന്തുകൊണ്ട് ഒഴിവാക്കും? സ്വാഭാവികമായിട്ടും KC വന്നിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ചോദിക്കുക പ്രതിപക്ഷത്തെ നയിച്ച VD സതീശൻ എന്തുകൊണ്ട് ഒഴിവായി എന്നായിരിക്കുമല്ലോ. അതൊരു രാഷ്ട്രീയ ആർഗ്യുമെന്റ് എന്നതിനപ്പുറത്ത് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ അങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ കഴമ്പ് കോൺഗ്രസിന്റെ ഇത് വെച്ച് വെച്ചത് എന്തുകൊണ്ട് അങ്ങനെ കോൺഗ്രസ് പിറ്റേന്ന് VD സതീശനെ പ്രഖ്യാപിച്ചാൽ പോലെ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. ഈ ചർച്ച നടത്തേണ്ട കാര്യമല്ല ഉണ്ട്. പ്രഖ്യാപിച്ച് ഇത്തരം അനിശ്ചിതത്തിൽ കൊണ്ടുപോകേണ്ട കാര്യമല്ല ഉണ്ട്. ഓരോരുത്തരും റോഡിൽ ഇറങ്ങി രണ്ടുപേരുടെയും റോഡ് ഷോ കാണിക്കുക. ഈ റോഡ് ഷോ കാണിക്കേണ്ട കാര്യമല്ല ഉണ്ടോ? കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച പോലെ VD സതീശനാണ് പ്രതിപക്ഷ നേതാവ്. VD സതീശനെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നയിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ. അല്ലാതെ പാർട്ടിയുടെ ഒരു ഇന്റേണൽ ഡെമോക്രസി അല്ലേ, അവരെ ആലോചിക്കുന്നു, 10 ദിവസം കഴിഞ്ഞ് തീരുമാനിക്കുന്നു. അതിൽ ഇത്രയ്ക്ക് നമുക്കെന്നല്ല ഇത്രയ്ക്ക് അസഹിഷ്ണുതയുടെ ആവശ്യമുണ്ടോ? അങ്ങനെ അല്ല, അതല്ലേ ഈ 3 പേര് റോഡ് ഷോ ഒക്കെ നടത്തില്ലേ? ഒരാൾ ഡൽഹി നടത്തുന്നു, ഒരാൾ എറണാകുളത്ത് നടത്തുന്നു, ഒരാൾ തിരുവനന്തപുരത്ത് നടത്തുന്നു. അവർ റോഡ് ഷോ നടത്താറുണ്ട്. പേര് അവർ 3 പേരും ഒറ്റക്കെട്ടായിട്ട് പറയാം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കും. മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞത് അവസാനം ഹൈക്കമാൻഡ് ഇടപെട്ടിട്ട് ആ റോഡ് ഷോ നിർത്തിയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ താഴോട്ട് എല്ലായിടത്തും ഇങ്ങനെ ആൾക്കാരെയൊക്കെ എവിടെന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടി റോഡ് ഷോ നടത്തിക്കൊണ്ട് പോകാമെന്നാണ് പറയുന്നത്. ഈ ചർച്ച ഉണ്ടാക്കി വെച്ചാരാ അവരെ? ഇന്നലെ രമേശ് ചെന്നിത്തല പങ്കെടുത്തില്ലല്ലോ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ. അദ്ദേഹം ഗുരുവായൂരാണെന്നാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ടുള്ള വാർത്തയ്ക്കകത്ത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഗുരുവായൂർ നിൽക്കുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല പങ്കെടുത്തില്ല? സ്വാഭാവികമായിട്ട് ഈ വരുന്ന ഡിഫറൻസസും ഇവർക്കിടയിലെ ഈ ഒരു ഇഷ്യൂസും ഒക്കെ ഇനി ഗവൺമെന്റ് വരാൻ പോവുകയാണ് തിങ്കളാഴ്ച മുതൽ. ഈ ഗവൺമെന്റിന്റെ ഒരു നടത്തിപ്പില് ഫംഗ്ഷനിങ്ങിലൊക്കെ ഇത് അഫക്ട് ചെയ്യും എന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ അധപ്പതനത്തിനെല്ലാം കാരണം അത് തന്നെയല്ലേ. ഏത് സംസ്ഥാനം പരിശോധിച്ചൊക്കെ കർണാടകത്തിൽ എന്താണ് ഉപമുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയാവണം. അപ്പൊ അതിനുള്ള ചരട് വരിയും അതിനുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഇപ്പോ മാധ്യമവാർത്ത വന്നിരിക്കുന്നത് KCക്ക് ഇത്ര മന്ത്രിമാർ, രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര മന്ത്രിമാർ. അപ്പോൾ അവരാണ് മന്ത്രിമാരെ വെക്കുന്നതെങ്കിൽ, മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു മന്ത്രിസഭയാണ് വെക്കുന്നതെങ്കിൽ ഈ മന്ത്രിമാർ മുഖ്യമന്ത്രിയോടുള്ള വിധേയത്തെ എങ്ങനെയായിരിക്കും? അത് മന്ത്രിസഭയെ ബാധിക്കുന്നതന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കാര്യം പരസ്പരം കാര്യവാരാൻ നിൽക്കുന്ന എപ്പോൾ വേണമെങ്കിലും മറിച്ചിടാൻ നിൽക്കുന്നവർ. അപ്പൊ അങ്ങനെയുള്ളൊരു മന്ത്രിസഭയ്ക്ക് കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? മുഖ്യമന്ത്രി എന്ന രീതിയിൽ VD സതീശൻ ഈ മന്ത്രിമാരെ KCയുടെയും രമേശ് ചെന്നിത്തലയുടെയും മന്ത്രിമാരോട് എത്രമാത്രം വിശ്വാസം കാണിക്കും? അതൊരു ചോദ്യം. അപ്പൊ ഈ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, കോൺഗ്രസിന്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ഉണ്ടാവും. എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തൊട്ടടുത്ത് കർണാടകത്തിൽ തന്നെയാണ്. കേരളത്തിൽ ഇപ്പം CPM-നുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് തിരിച്ചടി, UDF രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ ലീഗും ജമാഅത്തെ ഇസ്ലാമിയാണ് നയിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ആക്ഷേപം
ഇതെല്ലാം തന്നെ കേരളത്തിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണോ, അങ്ങനെയാണോ വരുത്തുന്നത്? അല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം എന്നല്ല BJP വെക്കുന്നത്. 2014 മുതൽ ഇതുവരെയുള്ള മോദിജിയുടെ സർക്കാർ ഈ രാജ്യത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഗവൺമെൻറ്റായി. ഒരു വികസന കാര്യത്തിലും രാഷ്ട്രീയമോ മതമോ ഒന്നും കൂട്ടിക്കലർത്തിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് പക്ഷഭേദം പാടില്ല. ജനകീയ ആവശ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ പക്ഷഭേദം പാടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാവണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ല എന്ന ചിന്തയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് SDPയും ജമാഅത്തെ ഇസ്ലാമിയും പോലുള്ള തീവ്രവാദി സംഘടനകളാൽ ഇതിനെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു നേമത്ത് വളരെ പരസ്യമായി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത നേതാവ് നമ്മൾ കണ്ടു. അതൊരു ശരിയായ മെസ്സേജാണ്. ആരെയായാലും ഞങ്ങൾ സംഘടിതമായി BJPയെ തോൽപ്പിക്കാൻ വോട്ട് ചെയ്യും. അത്തരം ചിന്ത ഉണ്ടാക്കുന്ന ആരാ? ഒരിക്കലും BJP അല്ല. BJPയുടെ മുഖമേ അതല്ല. അത്തരം ചിന്ത കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥതയാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് വഴിത്തിരിവാകാൻ പോകുന്നത് വികസന രാഷ്ട്രീയം ആണ്, ഹിന്ദുത്വ രാഷ്ട്രീയമല്ല എന്നുള്ളതാണോ? നമ്മൾ പറയുന്നത് ദേശീയത. ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വവുമായി ചേർന്നാണല്ലോ. രണ്ടും വ്യത്യസ്ത അല്ലല്ലോ. ഞാൻ കൃത്യമായ ചോദ്യമാണ് ചോദിച്ചത്. അതെ, ഇത് രണ്ടും ദേശീയത എന്ന് പറയുന്നത് ഹിന്ദുത്വവുമായി ചേർന്നതാണ്. ഞങ്ങൾ പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിട്ടുള്ളത് വികസിത ഭാരതത്തെക്കുറിച്ചാണ്. 47 ആകുമ്പോൾ വികസിത ഭാരതം. കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരജി വന്നതിന് ശേഷം വികസിത കേരളം ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കേരളത്തിൻ്റെ പതിവ് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരാശയം. നരേന്ദ്രമോദിജി എന്താണോ പറഞ്ഞത് അത് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നെയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയമല്ല. ഞാൻ പറഞ്ഞില്ല, ദേശീയതയുടെ ഭാഗമല്ലേ അത്. ഭാരതം നമ്മൾ ഏത് തലത്തിൽ നോക്കിയാലും ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഭാരതത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആശയം. നമ്മുടെ ഇതിഹാസങ്ങൾ, നമ്മുടെ പുരാണങ്ങൾ ഏത് പരിശോധിച്ച് നോക്കിയാൽ അതല്ലേ ലോകത്തിന് മാതൃകയാകുന്നു. അങ്ങനെയുള്ള രാജ്യമല്ലേ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ആരോടുള്ള എതിർപ്പല്ല. ഇപ്പം അമേരിക്ക, ഞാൻ കേട്ടത്, അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബൈബിളിൽ കൈവച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതവരുടെ സംസ്കാരത്തിൻ്റെ, രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ അറിയുള്ളൂ. ഇവിടെ പരമ്പരാഗതമായി വൈദേശിക ആക്രമണം ഭരണത്തിലേക്ക് വരുന്നതുവരെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഉണ്ടായിരുന്നു, ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോവുക, അതേ ഞങ്ങൾ പറയുന്നു. ഒരു രാജ്യത്തിൻ്റെ തനത് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകണം. ഇത്രയും നീണ്ട വൈദേശിക ആക്രമണം ഉണ്ടായിട്ട് കൂടി നമ്മുടെ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടോ? ആ സംസ്കാരം നിലനിർത്തണം. പക്ഷെ ആ സംസ്കാരം ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ഡെമോഗ്രഫി അല്ലല്ലോ നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ സെക്യുലർ എന്ന വാക്ക് തന്നെ വളരെ അന്തർലീനമായി തന്നെ അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ കിടപ്പുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും സംസ്കാരത്തെ കൂട്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി ഇന്നിവിടെയുള്ള മനുഷ്യന്റെ അവർക്ക് ഉറപ്പാക്കേണ്ട സാമൂഹ്യ നീതിയെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല എവിടെ നടന്ന ചരിത്രം നമ്മൾ പഠിച്ചത്. വിദേശ വിദ്യാർത്ഥികൾ പോലും വിദ്യാഭ്യാസത്തിന് വന്നുപോയത് നളന്ദയിലും തക്ഷശിലയിലും ഒക്കെ. ആദ്യം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ ആ പാരമ്പര്യം ഉൾക്കൊള്ളണമെന്ന് മാത്രമേ പറയുന്നു. ഭാരതത്തിൻ്റെ തനതായ പാരമ്പര്യം ഉൾക്കൊള്ളണം. കാലഘട്ടത്തിൽ വ്യത്യാസം വരുമ്പോൾ മതേതരത്വത്തോട് നമുക്ക് ഒരിക്കലും എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ മതേതര രാഷ്ട്രം തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാഷ്ട്രത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം നിലനിർത്തണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നു. ഇലക്ഷൻ റിസൾട്ട് അനലൈസ് ചെയ്താൽ ബംഗാളും തമിഴ്നാടും കേരള കുറേ നാളുകൾ നിരന്തരമായുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ട് BJP ബംഗാൾ ക്യാപ്ചർ ചെയ്തു. തമിഴ്നാടും ഏകദേശം ആ ഒരു ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളമാണ് ഇപ്പോഴും പൂർണ്ണമായും പിടിതരാതെ BJPക്ക് നിൽക്കുന്നത്. ഇപ്പോഴും ഒരു പിടിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. BJPയുടെ അടുത്ത ഫോക്കസ് കേരളം പിടിക്കുക എന്നുള്ളതിലേക്കാണ്. അതെ, കേരളം പിടിക്കുന്നതാണ്.
ബംഗാളിൽ ഞങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു നിയമസഭയിൽ? അവിടെയും 3-ൽ നിന്നാണ് തുടങ്ങിയത്. ബംഗാൾ പോലെ കേരളം BJP അപ്രാപ്യമൊന്നും അല്ല, മാറുന്ന ചിന്താഗതി. ഇവിടുത്തെ എല്ലാ ജനവിഭാഗങ്ങളും BJP അംഗീകരിക്കും. ഈ രണ്ട് മുന്നണിയും കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു കാഴ്ചപ്പാടുണ്ട് BJPക്കെതിരായി. ഇവർ രണ്ടുപേരും എന്താ പറഞ്ഞത്? ഇത്തവണ ഞങ്ങൾ BJPയുടെ അക്കൗണ്ട് കൂട്ടും. ഇവർ രണ്ടിൻ്റെ ഒറ്റ മുദ്രാവാക്യമായിരുന്നല്ലോ. ദേശീയ തലത്തിലൊരു ഒന്നാണ്, ഇവിടെ ഇച്ചിരി പ്രാദേശിക അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ BJPയുടെ അക്കൗണ്ട് കൂട്ടും. മുമ്പ് ദേശീയ രാഷ്ട്രീയം അങ്ങനെയായിരുന്നു. BJP വന്നാൽ ഭയങ്കര വർഗീയത ഉണ്ടാവും, ജാതീയത ഉണ്ടാവും ഒക്കെ എന്ന് പ്രചരിപ്പിച്ചു. പലതും നടന്നു. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയിലേക്ക് പോകുന്ന ഈ രാജ്യം. അപ്പോൾ കേരളത്തിൽ ഇവർ ആസൂത്രിതമായി രണ്ട് മുന്നണികളും BJPയുടെ അക്കൗണ്ട് കൂട്ടും, BJP ജയിക്കത്തില്ല, BJP വന്നാൽ അപകടമാണ് എന്ന ഒരു ചിന്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചിന്തയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് മാറ്റത്തിന്റെ തുടക്കം കുറിച്ചത്. പക്ഷെ അവിടത്തിൽ നിന്ന് വിഭിന്നമായി കേരളത്തിലെ ഒരു കാര്യം നോക്കിയാൽ ഇവിടെ 50% ന്യൂനപക്ഷമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് അനലൈസ് ചെയ്താൽ UDF ജയിക്കുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും സ്ട്രോങ് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ ആണ് UDFന് അനുകൂലമായിട്ട്. അതവിടെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതൊരു കുറച്ച് നാൾ തുടരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ BJPക്ക് പിന്നെ എന്താണ് ഒരു സാധ്യതയുള്ളത്? ഗോവ ഭരിക്കുന്നത് BJP അല്ലേ? മൈനോറിറ്റിയുള്ള സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP അല്ലേ? BJP നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മൈനോറിറ്റി മുന്നോട്ട് നിൽക്കുന്നിടത്ത് BJP MPമാരും MLAമാരും ഉണ്ടാവുന്നില്ല. ഇവരുണ്ടാക്കി വെച്ചാൽ തെറ്റിദ്ധാരണ മാറാൻ പോവാ. പക്ഷെ കേരളത്തിലെ ഈ ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പ് നോക്കിയാൽ BJP ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ നിർത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് താങ്കൾ പറഞ്ഞ ഈ പൊളിറ്റിക്സ് മുഴുവൻ BJP CPMനേക്കാൾ കൂടുതൽ പറഞ്ഞത്. ഏതാണ്? SDPഐയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും UDFന് മേലുള്ള വലിയൊരു ആധിപത്യത്തെക്കുറിച്ച്. പക്ഷെ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ നിങ്ങൾ 3 പേരുടെ ചില വളരെ ഒറ്റപ്പെട്ട 3 പേർ ജയിച്ചതൊഴികെ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് സ്ഥലങ്ങളിലോ ഇത്തരം സ്ഥലങ്ങളിലോ ഒന്നും തന്നെ BJP പച്ച പിടിച്ചില്ല. നമ്മൾ 1 ഡസൻ MLAമാർ ഇപ്പോൾ ഒഴുകി വരും എന്ന് പറഞ്ഞില്ലേ? എന്ത് സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടാണ് ജനങ്ങളത് തിരസ്കരിച്ചത്? തിരസ്കരിച്ച് നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് ഇവരുണ്ടാക്കിയ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ മാറാൻ ഒരല്പ സമയമെടുക്കും. എത്ര സമയം? അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് കൊല്ലത്ത് BJP ജയിക്കും. കൊല്ലത്തു നിന്നുള്ള ആള് കേന്ദ്രമന്ത്രിയാവും. ആരായാലും ഇത് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥി ആയാലും കൊല്ലത്ത് ജയിക്കും. യാത്രയുടെ തുടക്കമാണ്. സാധ്യതയുള്ള കൊല്ലത്തുനിന്നുള്ള MP ആരാണെന്നൊക്കെ ആര് മത്സരിക്കണം തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ? ഗോകുമാറായിരിക്കും. അത് പാർട്ടി തീരുമാനിക്കുന്ന കാര്യം. ഇപ്പോഴത്തെ അസംബ്ലിയിലേക്ക് വരുമ്പോഴേ നിയമസഭാ കക്ഷി നേതാവിന്റെ തെരഞ്ഞെടുപ്പൊക്കെ വരേണ്ടതാണ്. എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അത് പാർട്ടി ദേശീയതത്വം ഞാൻ അതിലൊന്നും ഉൾപ്പെടുന്ന ആളല്ല. ഞാനിപ്പോ പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ ആദ്യമായി ഇവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുന്ന ഒരാൾ മാത്രമാണ്. ഞാൻ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുമല്ല. എന്തായിരിക്കും നിയമസഭയിലെ ഒരു സ്ട്രാറ്റജി, പൊതു സ്ട്രാറ്റജി എന്തായിരിക്കും? പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, നരേന്ദ്രമോദിയുടെ ശബ്ദമായി കേരള നിയമസഭയിൽ മാറുക. നരേന്ദ്രമോദിജി എന്താണോ ഈ രാജ്യത്തെ കൊണ്ടുവന്നിട്ടുള്ളത് അത് കേരളത്തിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയുള്ള ശബ്ദമായിരിക്കും ഞങ്ങൾ കേരള നിയമസഭയിൽ നടത്തുന്നത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയി ചോദിക്കുകയാണ്. അതായത് BJPയുടെ സ്ട്രാറ്റജി എന്തായിരുന്നെങ്കിലും മറുവശത്ത് 102 പേരുടെ ഒരു ബ്രൂട്ടൽ മെജോറിറ്റി ആയിട്ടാണ് UDF ഇരിക്കുന്നത്. പിന്നെ 10 വർഷം ഭരിച്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇടതുപക്ഷം പ്രതിപക്ഷമായിട്ടുണ്ട്. BJPയുടെ ഒരു ശബ്ദം കേൾപ്പിക്കാനാകുമെന്ന് തോന്നുന്നുണ്ടോ നിയമസഭയിൽ? സംശയം 137 പേര് ഒരിടത്താണ്. 3 പേരേ ഉള്ളൂ ഇപ്പം. പ്രതിപക്ഷക്കാരാ ഈ 3 പേരാണ്. അവർ രണ്ടും ഒന്നല്ലേ? ദേശീയ രാഷ്ട്രീയത്തിലല്ല, അപ്പുറം പോലെ ഇപ്പുറം പോലെ ഒന്നാ. അവർ അജണ്ടയും BJP മാറ്റി നിർത്താന്നുള്ളതല്ലേ? ഈ 3 പേരാണ് പ്രതിപക്ഷം. പക്ഷേ നിയമസഭയിൽ നിങ്ങൾക്ക് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കഴിയില്ല. സംസാരിക്കാൻ ചെറിയ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 1 മിനിറ്റൊക്കെ ആയിരിക്കും. അപ്പൊ അതിനിടയിൽ എങ്ങനെയാ നിങ്ങൾ? ആ 1 മിനിറ്റ് കൊണ്ട് പറയുന്നത് ഞങ്ങൾ പറയും. 137 ഇപ്പുറത്തെ പ്രതിപക്ഷം ഞങ്ങളാണ്. അവരൊറ്റ അജണ്ടയിലുള്ള BJP ആണോ കേരള നിയമസഭയിൽ പ്രതിപക്ഷമാകാൻ പോകുന്നത്? അതെ, പ്രതിപക്ഷ ദേശീയ തലത്തിൽ ഞാൻ എടുത്തു പറയാ, അവർ 137 പേര് ഒരേ അജണ്ടയായിട്ട് നിൽക്കുന്നവരാ. അല്ല, പക്ഷെ ദേശീയ തലമല്ലല്ലോ കേരളത്തിൽ. കേരളത്തിൽ നമുക്കറിയാം 2 മുന്നണികളും ദേശീയ തലത്തിൽ എന്താണെങ്കിലും ഇന്ത്യ അലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ
കേരളത്തിൽ രണ്ട് മുന്നണികളും പരസ്പരം മത്സരിക്കുന്നവരാണ്, വളരെ ശക്തമായി പരസ്പരം മത്സരിക്കുന്നവരാണ്. അതിൽ ഒരാൾ 102 സീറ്റോടെ ഭരിക്കുന്നു, മറ്റേയാൾ 35 സീറ്റോടെ പ്രതിപക്ഷത്തിരിക്കുന്നു. ഇതിനിടയിൽ 3 പേരുടെ, അതിൽ തന്നെ താങ്കൾ ഈ പറയുന്ന മുൻ കേന്ദ്രമന്ത്രിമാർ 2 പേര്, താങ്കളും പാർലമെന്ററി എക്സ്പീരിയൻസ് പഞ്ചായത്ത് ലെവലിലാണെങ്കിലും ഉള്ള ആളാണ്. പക്ഷെ നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനാകും, നിങ്ങൾക്കൊരു ഒരു എന്താ, നിങ്ങളുടെ ഒരു റെപ്രസെന്റേഷൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് സംശയമില്ല. 3 പേരായാലും നിയമസഭയിൽ 1 മിനിറ്റായാലും സംസാരിക്കാൻ കിട്ടുമല്ലോ, ജനകീയ ആവശ്യം ഉന്നയിക്കപ്പെടാനോ. ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത് കേരള നിയമസഭയിൽ BJPയുടെ ശബ്ദം തന്നെയായിരിക്കും. ഇനി രമേശ് ചെന്നിത്തല തന്നെ BJPയിലേക്ക് വന്നുകൂടെന്ന് അവർക്ക് തീർത്ത് പറയാൻ പറ്റുമോ? വാർത്തകൾ അങ്ങനെയൊക്കെ വരുന്നില്ല. ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ ഇപ്പോൾ നടത്തിയത്. രമേശ് ചെന്നിത്തല മാതിരി കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ KPC പ്രസിഡന്റ്, മുൻ ആഭ്യന്തരമന്ത്രി BJPയിലേക്ക് വരികയാണ് എന്നങ്ങനെ പറയാനാകുമോ? ഇത് AK ആന്റണിയുടെ മകൻ വന്നില്ലേ? AK ആന്റണിയുടെ മകൻ AK കരുണാകരൻ വന്നില്ലേ? അതല്ല ഇന്നത്തെ മാധ്യമ വാർത്തയിൽ ഞാൻ സൂചിപ്പിച്ചതുകൊണ്ടാണ്. അസംതൃപ്ത കോൺഗ്രസ് നേതാക്കന്മാർ, ആസാം മുഖ്യമന്ത്രി ആരാ? അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാത്തതിന്റെ അസംതൃപ്തി ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹം കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ നിയോജക വൈസ് പ്രസിഡന്റ്, ഒരുപാട് പദയാത്രയും ഒരുപാട് കാര്യങ്ങളൊക്കെ നയിച്ച ഒരാളല്ലേ. അദ്ദേഹത്തെ കഴിഞ്ഞ പ്രതിപക്ഷ സ്ഥാനം കൊടുത്തില്ല, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒഴിവാക്കിയതിന്റെ അസംതൃപ്തി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് അദ്ദേഹത്തിന്റെ അസംതൃപ്തിയൊക്കെ ചില സൂചനകളല്ലേ നൽകുന്നത്? ഈ മുൻ കോൺഗ്രസ് നേതാവെന്നുള്ള നിലയിൽ രമേശ് ആയിരുന്നു മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നാണോ തോന്നുന്നത്? അങ്ങനെയല്ലേ, ഞാനിപ്പോ കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയാൻ ഞാൻ ആളല്ല, അവരുടെ ആള് പറയേണ്ട കാര്യമാണ്. ഞാൻ BJP ശബ്ദമല്ലേ. അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ഒഴുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണോ? ഉറപ്പായി അതിൽ MLA-മാരായിട്ട് ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരാണ്, CPM നേതാക്കന്മാരാണ്. MLA-മാരായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത്തരത്തിലൊരു വരവിലേക്ക് ഉണ്ടാവും മേ ബി ഇൻ ദ ഫ്യൂച്ചർ എന്ന് തോന്നുന്നുണ്ടോ? മൊത്തത്തിലുള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ MP-മാരും MLA-മാരും ഒക്കെ കൂട്ടത്തോടെ വന്നിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കമല ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓപ്പറേഷൻ കമല സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഓപ്പറേഷൻ കമല ടാർഗറ്റ് ചെന്നിത്തലയെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്ന് തന്നെ ഒരു കമലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അദ്ദേഹം പാർലമെന്ററി പാർട്ടി യോഗത്തിലൊക്കെ പങ്കെടുക്കട്ടെ, ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയൊന്നുമല്ല. ഒത്തുവിൽ ഞാൻ അസം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അല്ല, താങ്കൾ പറഞ്ഞതുകൊണ്ട് താങ്കളുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങൾ തന്നെ അടുത്തിടയ്ക്ക് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് രമേശ് ചെന്നിത്തലയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരുമെന്ന് പറയുമ്പോഴും AK ആന്റണിയുടെ മകനോ കരുണാകരന്റെ മകളോ അല്ല രമേശ് ചെന്നിത്തല എന്നൊരു സംഭവമുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എനിക്ക് 2 സംശയമാണ്. ഒന്ന്, താങ്കൾ നേരത്തെ പറഞ്ഞത് BJPയുടെ ശബ്ദം കേൾപ്പിക്കാനാകും എന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി നല്ലതാണ്. പക്ഷെ 2016 BJPക്ക് ആദ്യമായിട്ട് ഒരു MLA കിട്ടി. അത് ചെറിയ നേതാവൊന്നുമില്ല, നിങ്ങളുടെ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്. ഇതൊക്കെയായിട്ടും അദ്ദേഹത്തിന് നിയമസഭയിൽ ശബ്ദം കേൾപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അക്കൗണ്ട് പൂട്ടുകയും ചെയ്തു 2021. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ ശബ്ദം കേൾപ്പിക്കും, ഞങ്ങളുടെ അക്കൗണ്ട് ഇത് വീണ്ടും റീഓപ്പൺ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എത്രത്തോളം ആ പറയുന്നതിന് എത്ര ഒരു വാല്യൂ ഉണ്ട്? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, താങ്കൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ അടുത്ത നിയമസഭയിലേക്ക് BJPക്ക് എത്ര വരെ സീറ്റ് കിട്ടാം എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, അക്കൗണ്ട് കൂട്ടിയ നിയമത്ത് നമ്മൾ വീണ്ടും വിജയിച്ചു. തൊട്ടുപുറത്ത് കഴക്കൂട്ടം വിജയിച്ചു. തൊട്ടപ്പുറത്ത് ജില്ലയിൽ ചാത്തന്നൂർ, തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ചാത്തന്നൂരിൽ നമ്മൾ വിജയിച്ചു. ചാത്തന്നൂർ വിജയിച്ച എവിടെയും വിജയിക്കാം. ശരിയാണ്, കഴക്കൂട്ടം നിയമം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ട്. വലിയ 2 പേരും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടയാൾ. ഇതൊന്നുമല്ലാത്ത ഒരാൾ ചാത്തന്നൂരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ജയിക്കുന്നു. അതിൽ BJPയുടെ തുടർച്ചയായിട്ടുള്ള വിജയത്തിൻ്റെ ഒരു തുടക്കമാണ്. 68 സീറ്റിന് തോറ്റ മഞ്ചേശ്വരത്ത് പിന്നെ 860 സീറ്റിന് തോറ്റു, പിന്നെ 1000-ഓളം വോട്ടിന് തോറ്റു. അതുകൊണ്ട് തോൽവിക്കും അങ്ങനെ ഒരു അല്ല, ഇപ്പൊ 10,000 വോട്ട് ശ്രീ കെ സുരേന്ദ്രൻ അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
അല്ല പക്ഷെ LDF-ന്റെ വോട്ട് കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീ കെ സുരേന്ദ്രനെ പോലൊരു നേതാവിനെ തോൽപ്പിക്കാൻ അത്രയും വോട്ട് മറിച്ചു കൊടുത്തിട്ടാണല്ലോ ഏറ്റവും അധികം വോട്ട് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത് ശ്രീ കെ സുരേന്ദ്രനാണ്. 10,000 വോട്ട് അദ്ദേഹം വർദ്ധിപ്പിച്ചു. ഞങ്ങൾ 3 പേരെക്കാൾ കൂടുതൽ വോട്ട് ശ്രീ കെ സുരേന്ദ്രൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ LDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ചിത്രം വരെ ബോംബിട്ട് തകർത്തത് നമ്മൾ കണ്ടു. ചിത്രം അത്രയധികം ഭയക്കുന്നു എന്നല്ലേ സൂചിപ്പിക്കുന്നു. ഇവിടെ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സ്വീകരണ യോഗത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് 3 പേർക്ക് സ്വീകരണം ഉണ്ടായിരുന്നു. 3 അടുത്ത തവണ 73 ആകും. ഞാൻ കുറച്ച് ചെയ്ത സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത് തന്നെയാണ്. അസംതൃപ്ത LDF, അസംതൃപ്ത UDF. അതിൽ പഴയ കോൺഗ്രസ് എന്താണ് സ്ട്രാറ്റജി? ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ വികസന കാര്യത്തെക്കുറിച്ചാണ്. ഈ 2 മുന്നണികളും ഒരേ നാണയത്തിന്റെ ഇവർ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും. പക്ഷേ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ഇവർ പറയുന്ന ആരോപണങ്ങളെല്ലാം മറക്കും. ഇവർ വീണ്ടും ഒരുമിച്ച് ചേർന്നത് ഇത്തരം ആരോപണം ഉന്നയിക്കാനും കേരളത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്നതുമായി വേണ്ടി മാത്രമാണ്. ആ ധാരണയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളത്. അത് ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് 3 നിൽക്കുന്ന BJP-യിലേക്ക് ഒരു ബദൽ രാഷ്ട്രീയത്തിന് ഇനി കേരളത്തിൽ പ്രസക്തി BJP-ക്കാണ് എന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മോദിജി എഫക്റ്റ് കേരളത്തിൽ വലിയ തോതിലുണ്ട്. ചെറുപ്പക്കാരുടെ എല്ലാവരുടെ ഇടയിൽ ഈ ബദൽ രാഷ്ട്രീയവും മോദിജി ഫാക്ടറും കൂടി ചേരുമ്പോൾ കേരളത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കം. അപ്പൊ ഒരു സൈഡിൽ കോൺഗ്രസും മറു സൈഡിൽ BJP എന്നാണ് ഉദ്ദേശിച്ചത്. അതെ, കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ആണെന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഈ CPM-ന്റെ അധപ്പതനം ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് പിന്നീട് അവർ തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ ഈ 3-ൽ നിന്ന് 73 ആവും എന്ന് പറയുന്ന ആ ഒരു ക്ലെയിം ഉണ്ടല്ലോ, അതിന് വോട്ട് ഷെയറിലും പറയത്തക്ക കാര്യമായ തീരെ വർധന ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ 3-73 ആവും എന്ന് പറയുന്നത്? ഈ ഒരു ക്ലെയിമിന് 3-73 എന്നൊരു ഹൈക്കിനെ നമുക്ക് എങ്ങനെയാണ് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റുക? ത്രിപുരയിൽ പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പേ 2% വോട്ടേജ് ഉണ്ടായിരുന്നു. അവിടെയല്ലേ നമ്മളിപ്പോ തുടർച്ചയായിട്ട് ഭരിക്കുന്നു. ജനമനസ്സ് മാറാൻ അധിക സമയമൊന്നും വേണ്ട. അല്ല, പക്ഷെ വളർച്ച നോക്കൂ. അതായത് എനിക്കൊന്ന് അശ്വിൻ ചോദിച്ചാൽ എന്താ വെച്ചാൽ 2016 നിങ്ങൾക്കൊരു സീറ്റുണ്ട്, 21 അത് പോയി. നിങ്ങൾ കഴിഞ്ഞ 20-ലെ പഞ്ചായത്ത് ഇലക്ഷനിൽ 2 മുനിസിപ്പാലിറ്റി കിട്ടി. 25-ലും 2 മുനിസിപ്പാലിറ്റി തന്നെ, 1 പോയി 1 കിട്ടി. 2021-ല് 9 രണ്ടാമത് വന്നിട്ടുണ്ട്. 2026-ല് നിങ്ങൾ 3 ജയിച്ചു. അതുകൂടെ ചേർത്തിട്ടും 9 നിങ്ങൾക്ക് ഇപ്പോഴും 1-മതോ 2-മതോ ഉള്ളൂ. പെർസെൻറ്റേജ് വൈസ് 12 14. പക്ഷെ പാർട്ടിയുടെ വോട്ട് ശതമാനം കുറഞ്ഞു. ലോക്സഭാ ഇലക്ഷനിൽ 19 എത്തിയതാണ്. 19 എത്തിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. അപ്പോൾ അതായത് ചില പോക്കറ്റുകളിൽ ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഒഴിച്ചാൽ BJP-ക്ക് ഇപ്പോഴും കേരളത്തിന്റെ പൊതുവായ ഒരു പൊളിറ്റിക്കൽ ചിത്രത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നല്ലത് കാണിക്കുന്നത്. നമുക്ക് ത്രിപുരയും വെസ്റ്റ് ബംഗാളും ഒക്കെ വിടാം. നമുക്ക് കേരളത്തിലെ കാര്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് പറയും. ഇപ്പൊ 20 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായി ദേശീയ അടിസ്ഥാനത്തിൽ BJP മാറി. അതിൽ അധിക സംസ്ഥാനങ്ങളിൽ ഇതേ പശ്ചാത്തലം തന്നെയായിരുന്നു BJP-ക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്നല്ലേ മാറ്റം വന്നത്. ഘട്ടഘട്ടമായിട്ടുള്ള മാറ്റമല്ലേ BJP-ക്ക് വന്നത്. 20 സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് തന്നെ തുടക്കത്തിൽ മാത്രമേ അത്തരം സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുള്ളൂ. നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ പിന്നീട് കോൺഗ്രസ് അത്തരം സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടില്ല. അപ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് കണക്കുകളുടെയും ശതമാനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള മാറ്റമല്ല. ഇത് നമ്മളെ കണക്കുകൾ മാത്രമാണ്. കണക്കുകൾക്കപ്പുറം ഒരു ജനമനസ്സുണ്ട്. ആ ജനമനസ്സ് മാറുന്നതിന് അധിക സമയം വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിത്രം കുറച്ചും കൂടി വ്യക്തമാകും എന്ന് പറഞ്ഞത്. ഈ അങ്ങ് കണക്കുകളുടെ കാര്യമല്ല എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. അത് പറഞ്ഞ് പല സംസ്ഥാനങ്ങളിലും BJP 1-2 പോലും ഇല്ലാത്തിടത്തൊക്കെ അധികാരത്തിലുണ്ട്. ഇപ്പോൾ ഗോവയിൽ ഭരണത്തിലിരുന്ന ഒരു പാർട്ടിയുടെ ജയിച്ച MLA-മാർ മിക്കവാറും പേര് വന്നു. ത്രിപുരയിൽ, ആസാമിൽ, മണിപ്പൂരിൽ അത്തരത്തിലുള്ള ഒരു ഗ്രോത്താണ് എന്ന് പറഞ്ഞാൽ അസംതൃപ്ത ഒരു പാർട്ടിയുടെ മുഴുവൻ അസംതൃപ്തരും പൂർണ്ണമായും മാറി അങ്ങോട്ടേക്ക് വരിക എന്നുള്ളതാണ്. അതിൻ്റെയുള്ള ചില സൂചനകൾ വന്നു കഴിഞ്ഞല്ലോ. ഞാൻ അതുകൊണ്ട് അതേ പേര് പറഞ്ഞു. സൂചനകൾ വന്നു കഴിഞ്ഞല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ജനമനസ്സ് മാറും.
ഒപ്പം ഈ സൂചനയുമുണ്ട്. രണ്ടും ഉണ്ടാവും. ഈ ഒരു പൊളിറ്റിക്കൽ ഒരു എന്താ പറയാ മറ്റു പാർട്ടികളിൽ നിന്നുള്ള കൂറുമാറി വരുന്ന നേതാക്കന്മാരും ഗ്രൗണ്ടിലുള്ള പ്രവർത്തനവും ഒരുമിപ്പിച്ചു കൊണ്ടുപോയാലാണ്. ഒരുമിച്ചുകൊണ്ട് ഇപ്പോ മൂന്നാം രാജേന്ദ്രൻ മത്സരിച്ചില്ലേ, CPM നേതാവല്ലേ. അശ്വിൻ പറഞ്ഞ പോലെ സെക്യുലർ BJP പറയുന്നത് സെക്യുലർ എന്ന് പറയുന്നത് ഒരു കപട മതേതര സ്ഥാനം എന്നാണ്. ആ ഒരു മനസ്സിൽ മലയാളിയുടെ മനസ്സ് മാറി BJP പറയുന്ന പോലെ ഒരു ഇതിലേക്ക് വരുന്നുണ്ടോ? ഒരു ഹിന്ദുത്വ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ദേശീയതയിലേക്ക് മലയാളിയുടെ മനസ്സ് മാറുന്നുണ്ടോ? അതെ, ദേശീയതയാണ്. ഇവിടെ മതേതരത്വം എന്ന് പറയുന്നു ഇവർ രണ്ടുപേരും നടപ്പിലാക്കുന്ന മതേതരത്വം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം പിണറായി എടുത്തൊരു സ്റ്റാൻഡ് അവരുടെ അടിസ്ഥാന വോട്ട് പോയി എന്ന് തോന്നിയപ്പോൾ നേരെ മുസ്ലിം വിരുദ്ധ നിലപാടിലേക്ക് അവർ വന്നു. പിന്നീട് പിണറായിയുടെ ഓരോ ചുവടും നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇവരുടെ മതേതരത്വം എന്ന് പറയുന്നത് കപട മതേതരത്വം. പാലസ്തീനിൽ പണ്ട് പിണറായിയുടെ ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് വരെ പാലസ്തീനിൽ പോലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തെരുവിലിറങ്ങുമായിരുന്നു. ഇപ്പൊ എവിടെ പ്രശ്നം ഉണ്ടായാലും തെരുവിലിറങ്ങത്തില്ല. അവരുടെ അടിസ്ഥാന വോട്ടിൽ ഇങ്ങനെയുള്ള പ്രീണനം, അന്ധമായ മതപ്രീണനം കേരളത്തിൽ വരുത്തി വെച്ചൊരു അപകടമാണ്. ഞങ്ങൾ അതുകൊണ്ടാണ് അതിനെ മതേതര കപടം എന്ന് പറയുന്നത്. മതേതരത്വമാണെങ്കിൽ മതേതര രീതിയിൽ പ്രവർത്തിക്കണം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ആ മതേതര രീതി തുടർന്നു. ഇവരുടെ ഈ രണ്ടു പേരുടെയും ഇത്തരം കപട മുഖങ്ങൾ നമ്മൾ കണ്ടതാണ്. ആലപ്പുഴയിൽപ്പെട്ടൊരു മുദ്രാവാക്യം, കൊച്ചു കുഞ്ഞിനെ കൊണ്ട് കേൾപ്പിച്ച മുദ്രാവാക്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. മലയാളത്തിൻ്റെ പൊതുസമൂഹം, മലയാളിയുടെ പൊതു മനസ്സിലതുണ്ട്, ആ കാഴ്ചയുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അവിടെയാണ് ബി ജെ പിക്ക് സ്പേസ്. ഈ നേതാക്കന്മാർ വരുന്നത് മറ്റൊരു കാര്യം. അവിടെയാണ് സ്പേസ്. കേരളത്തിലെ ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി മത്സരിക്കുന്നത് CPM ഉം BJP യും തമ്മിലാണോ? അങ്ങനെയല്ല. ഞങ്ങൾക്ക് എല്ലാവരുടെയും വോട്ട് തന്നെ. ഒരു വിഭാഗത്തിന്റെ വോട്ട് മാത്രം പോരല്ലോ. BJP കുറെ നാളായിട്ട് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് ശ്രമിക്കുന്നുണ്ട്. തീർത്തും പരാജയപ്പെട്ടു എന്നാണ് ഇപ്പൊ ഈ ഇലക്ഷൻ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്നത് ഒരു പാർട്ടിയുടെ സൃഷ്ടിയാണ്. ഞങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് പോകുന്ന പാർട്ടിയാണ്. കാരണം ഞങ്ങൾ എതിർക്കപ്പെടുന്നത് തീവ്രമായ ചില അജണ്ടകളെയാണ്, മത അജണ്ടകളെയാണ്. അല്ലാതെ ഞങ്ങൾക്ക് മുസ്ലിം സഹോദരങ്ങളുമായിട്ടും ക്രിസ്ത്യൻ സഹോദരങ്ങളുമായിട്ടും എല്ലാവരുമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം നല്ല ബന്ധമാണ്. പക്ഷേ ദേശീയതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ ആര് ശബ്ദിച്ചാലും അതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അജണ്ട. കാരണം അപ്പുറം ഒരു അജണ്ട ഞങ്ങൾക്കില്ല. നോർത്ത് ഇന്ത്യയില് ഈ ക്രിസ്ത്യൻ മിഷണറിമാര് പലരും മലയാളികളാണ്, 90%. അവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെല്ലാം തന്നെയും ഇതുപോലെ ദേശീയതയ്ക്കെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തനം കാരണമായിരിക്കും അവര് അക്രമങ്ങൾ നേരിടുന്നത്. ഒറ്റപ്പെട്ട സംഭവം UP ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര ഒറ്റപ്പെട്ട സംഭവം അല്ല. അതിന് BJP സംഘപരിവാറുമായിരുന്നല്ലോ പ്രതികൾ. അല്ല, BJP BJPയും സംഘപരിവാറും മാത്രമല്ല, അത് മാത്രം അല്ലാത്ത ചില ഹിന്ദു സംഘടന അവിടെയൊക്കെ വേറെ ചില ഹിന്ദു സംഘടന പേരിലാണ്. BJP സംഘപരിവാർ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു അജണ്ടയില്ല. UP ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ടായാലും അത്ര അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ട് അധികാരത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഇത് ഈ ദേശീയതയ്ക്കെതിരായി ഈ ഇത്തരം മിഷണറിമാരുടെ പ്രവർത്തനമാണോ? അല്ല, മിഷണറിമാരുടെ പ്രവർത്തനം ഒന്നും ദേശീയതയ്ക്കെതിരാണെന്നുള്ളതല്ല. ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന അത്തരം ആൾക്കാരുമായി വിട്ടുവീഴ്ചയിലത് മിഷണറിമാരുടെ പ്രവർത്തനം അത് കേരളത്തിലൊക്കെ വളരെ മാതൃകാപരമായ കേരളത്തിലല്ല, നോർത്ത് ഇന്ത്യയില് എവിടെയായാലും പിന്നെ അവർക്കെതിരെ അക്രമം ഉണ്ടാവുന്നത് ചില ബിഷപ്പുമാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചില ഒറ്റപ്പെട്ട കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ബിഷപ്പുമാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്, ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എന്ന് ബഹുമാനരായ ബിഷപ്പുമാർ തന്നെ പരസ്യമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ടതാണെങ്കിൽ എനിക്കൊന്ന് ശ്രീത്ത് ചോദിച്ചത്, ഈ ദേശീയതയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവരൊക്കെ ദേശീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണോ ആക്രമിക്കപ്പെടുന്നതെന്നാണ് അങ്ങനെയല്ല. ദേശീയക്കെതിരെ പ്രവർത്തിക്കുന്ന ധാരാളമൊക്കെ ചില തീവ്രവാദ സംഘടന STP, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ എന്തുകൊണ്ടാണ് നിരോധിക്കേണ്ടി വന്നത്? പക്ഷെ BJP മോദിയല്ലേ ഭരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിരോധിക്കുന്നത്? ഏതിനാണ്? SDPയും ജമാഅത്ത് ഇസ്ലാമിയും
അത് ചില തീവ്രവാദ സംഘടനകൾ നിരോധിച്ചിട്ടുണ്ട്. അല്ല, SDP യും ജമാഅത്തെ അവര് ഇസ്ലാമിയും പേര് മാറ്റി വേറെ ചിലതാക്കും. തീവ്രവാദം സംബന്ധിച്ച് നിരോധിക്കുന്നതിന് നിയമപരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ നിയമപരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അതൊരിക്കലും ഗവൺമെന്റ് അല്ലല്ലോ. അതിനർത്ഥം അവർ നിയമപരമായിട്ട് നിയമവിധേയമായി പ്രവർത്തിക്കുന്നു. അതിനകത്ത് ചില നമ്മൾ രാജ്യത്ത് എവിടെ നോക്കിയാലും ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികളായാലും സംസ്ഥാന അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ടുകൾ കൊടുക്കും. അപ്പോൾ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ എടുക്കുന്നത്. ഇപ്പോ അത്തരം കാര്യങ്ങളൊക്കെ തീവ്രവാദ ആക്രമണങ്ങളൊക്കെ മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവല്ല. കഴിഞ്ഞ 12-13 വർഷക്കാലം അതെന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് ഉറച്ച നിലപാട്, ദേശീയ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയിലായിരുന്ന മോദിജി ഗവൺമെന്റ് ഉറച്ച നിലപാടില്ല. ആ ഉറച്ച നിലപാട് കൊണ്ടൊക്കെയാണ് അവിടെ വേർതിരിവൊന്നുമില്ല. താങ്കൾ പലപ്പോഴും കോൺവെർസേഷൻ്റെ ഇടയിൽ പറഞ്ഞു ചാത്തന്നൂര് ജയിക്കാൻ പറ്റുമെങ്കിൽ വേറെ എവിടെയും BJPക്ക് ജയിക്കാം. ചാത്തന്നൂരിന്റെ ഒരു സാമുദായിക ഘടനയല്ലല്ലോ ബാക്കി കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത്. എന്താ അങ്ങനെ ജയിക്കാൻ അറിയോ? എല്ലായിടത്തും ഒരേ സമുദായ ഘടനയല്ലേ ഉള്ളത്. എല്ലായിടത്തും എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവിടെ ഈ SNDPയുടെയും NSSന്റെയും നിലപാട് അതെങ്ങനെയാണ് നമ്മളെ സഹായിച്ചത്? അത് അവിടുത്തെ എല്ലാ ഘടകങ്ങളുമായിട്ട് എല്ലാ ജനവിഭാഗങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. പക്ഷെ ഇവര് രണ്ടുമാണ് അവിടെ ഒരു പ്രമുഖ സമുദായങ്ങൾ. അത് SC വിഭാഗം ഉണ്ട്, പക്ഷെ അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്നവർ രണ്ടുപേരുമാണ്. വിഭാഗമുണ്ട്, അതെ, ഹിന്ദു മതവിഭാഗത്തെ എല്ലാ സംഘടനകളും ഉണ്ട്. പക്ഷെ ഇവരുടെ സഹായിച്ചു. അല്ല, ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകിച്ച് എങ്ങനെയായിരുന്നു നിലപാട്? അല്ല, അതൊരു പൊതുസമീപനമാണ്. ഒരു 2 തവണ 2ാം സ്ഥാനത്ത് വന്നയാൾ ഇത്തവണ ഒരു അവസരം കൊടുക്കുന്നത് നല്ലതാണ്, BJPക്ക് ഒരു അവസരം കൊടുക്കുന്നത് നല്ലതാണ്, മോദിജിയുടെ പ്രതിനിധി പോകുന്നത് നല്ലതാണ്. ഇതെല്ലാം കൂടി ചേർന്നതാണ്. ഈ അഖിലേന്ത്യാ വിശ്വകർമ്മ മഹാസഭ അവരും സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവര് പരസ്യമായി നിലപാടെടുത്ത് പത്രത്തിൽ കൊടുത്ത് എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുത്ത് പോയ പ്രചരണം നടത്തിയത് ചാത്തന്നൂർ. ഇത്തവണ ഈ ജയലളിത മാറിയത് കൊണ്ട് തന്നെ ഈഴവ കമ്മ്യൂണിറ്റി വോട്ടുകൾ മാത്രമല്ല നായർ വോട്ടുകൾ ഇപ്പുറത്തേക്ക് വന്നു എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു മുൻപ് നായർ വോട്ടുകൾ അതായത് ഈ 2 നേതാക്കൾ, ഇപ്പൊ 2 സമുദായ നേതാക്കൾ സുമാൻ നായരുടെ പറയുന്ന സമദൂരമാണെന്നുള്ളത്. ഇപ്പം SNDPയുടെ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പുള്ളി പറയുന്നത് പുള്ളി പലപ്പോഴും പിണറായി വിജയനുള്ള അനുഭാവപൂർവ്വമുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഈ നിലപാടുകൾക്ക് അതീതമായി ഈ വിഭാഗങ്ങളുടെ വോട്ട് BJPയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമുദായ സംഘടന അജണ്ടകളൊന്നും BJP കൈകടത്താറില്ല. അതാത് സമുദായ സംഘടനകൾ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവരുടെ പൊതുനയത്തിനനുസരിച്ച് എടുക്കുന്ന തീരുമാനം. BJP വയ്ക്കുന്ന വികസിത അജണ്ടയെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും എല്ലാ ജനവിഭാഗങ്ങളും കൂടിച്ചേർന്ന്. ഇതേപോലെ ഇപ്പോൾ അശ്വിൻ ചോദിച്ച ചോദ്യം ഈ 2 സാമുദായിക നേതാക്കളാണ്, വെള്ളാപ്പള്ളി ആണെങ്കിലും സുകുമാരൻ നായർ ആണെങ്കിലും. വെള്ളാപ്പള്ളി പ്രത്യക്ഷമായും സുകുമാരൻ നായർ പരോക്ഷമായിട്ടും ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നിലപാട് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ ജനം അവർ 2 ആളും പറഞ്ഞത് കേട്ടില്ല എന്നാണല്ലോ റിസൾട്ട് കാണിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു റെലവൻസ് കുറഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതാവുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, സമുദായ സംഘടനാ പ്രവർത്തനം വേറെ, രാഷ്ട്രീയ പ്രവർത്തനം വേറെ. സമുദായ സംഘടനാ നേതൃത്വത്തിൽ അവർക്ക് ആ സമുദായ അംഗങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ അവരവിടെ ഇരിക്കുന്നത്. പക്ഷെ അവർ പറയുന്ന അനുസരിച്ച് സംഘടന അണികൾ വോട്ട് ചെയ്യുന്നില്ല എന്നല്ലേ? അല്ല, അവർ തുടർച്ചയായി അവർ നിന്നില്ലേ. സമുദായ സംഘടനാ പ്രവർത്തനം വേറെ, രാഷ്ട്രീയ പ്രവർത്തനം വേറെ. അവർ രണ്ടുപേരും അവരുടെ സമുദായത്തിൽ അംഗങ്ങൾ പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് ആ സ്ഥാനത്ത് തുടരുന്നു. ഈ അങ്ങ് SNDPയും താലൂക്ക് യൂണിയന്റെ ഇപ്പോഴും പ്രസിഡന്റ്. എന്റെ സംശയം എന്ന് പറഞ്ഞാൽ താങ്കൾ BJPയിൽ വന്നോട്ടുള്ള ഒരു സംശയമാണ്. താങ്കൾ എന്തുകൊണ്ട് BDJSനെ സ്വീകരിക്കാതിരുന്നത്, പകരം BJPയിലേക്ക് പോയത്? ഒരു സ്വാഭാവിക ചോയ്സ് വരേണ്ടത് BDJS ആയിരുന്നു. ഞാൻ പറഞ്ഞു ചാത്തന്നൂർ ഞാൻ നിയമസഭാ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അവിടെ SNDP യോഗം പ്രവർത്തകരെല്ലാം BDJS അല്ലല്ല, അങ്ങനെ ഞാൻ നിർബന്ധമില്ല. അങ്ങനെ ആരെയും ഒരു യൂണിയൻ ഭാരവാഹി നിർബന്ധിച്ച് BDJS അല്ല. അത് അതാത് വ്യക്തികൾ എടുക്കുന്ന തീരുമാനമാണ്. ഇപ്പോൾ SNDPക്കകത്തായാലും NSSനകത്തായാലും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇപ്പൊ NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അല്ലായിരുന്നോ ഈ കഴിഞ്ഞ മന്ത്രിസഭയിലാണോ ഗണേഷ് കുമാർ? ഇപ്പോഴല്ലേ അദ്ദേഹത്തെ മാറ്റിയത്. അപ്പോൾ ഒരു സമുദായ സംഘടനകളിൽ
എല്ലാ സമുദായക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും. ശ്രീ ആർ ശങ്കർ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാവല്ലായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഈ SNDP യോഗത്തിന്റെ മുൻകൈയിൽ, വെള്ളാപ്പള്ളി മുൻകൈയിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് BDJS. താങ്കൾ SNDP യോഗത്തിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. ഇത് കോൺഗ്രസിൽ ഒരാൾ ചേരുന്നതോ അല്ലെങ്കിൽ ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് യുടെ ഭാഗമായിട്ട് LDFിൽ ചേരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി രൂപീകരിച്ച ഒരു സംഘടന അവിടെ നിൽക്കും. SNDP ജനറൽ സെക്രട്ടറി BDJS സ്വീകരിച്ചിട്ടൊന്നുമില്ല. BDJSന്റെ രൂപീകരണത്തിൽ വെള്ളാപ്പള്ളി പങ്കെടുത്തായിരുന്നു. SRP മുമ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അല്ല, അത് പഴയ എല്ലാ SRPക്കകത്ത് SNDPക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പെട്ടവരുണ്ട്. അവർക്ക് അവരുടെ സ്വന്തം നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജനറൽ സെക്രട്ടറി കൊടുക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ആളല്ല. ഇതിലൊന്നും ചോദിച്ചിട്ടുമില്ല. അതൊന്നും ചോദിച്ചിട്ടില്ല. BDJS എപ്പോഴെങ്കിലും ഒരു ചോയ്സ് ആയിട്ട് പരിഗണിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ഒരു അല്ല, എന്റെ മുന്നിൽ അങ്ങനെ ഞാൻ കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു BDJS ചേരാൻ അങ്ങനെയൊന്നുമില്ല. SNDPക്കകത്ത് അവരവരുടെ സ്വാതന്ത്ര്യത്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി പറ്റില്ലായും അതിന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ വന്ന് പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ആ നിലപാടിൽ മാറ്റമില്ല. ഈ SNDP നേതാവ് എന്ന നിലയ്ക്ക് കൂടിയുള്ള ചോദ്യമാണ്. ഈ BDJS 2014 വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു. BDJS BJPക്ക് NDക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും വോട്ട് ഷെയർ കൂട്ടുവന്നത്. പക്ഷേ BDJS പ്രതീക്ഷ രീതിയിൽ ഉയർന്നില്ല എന്ന് മാത്രമല്ല, പലയിടത്തും ഈഴവ പോക്കറ്റ്സുകളിൽ പോലും ആവശ്യത്തിന് വോട്ടുകൾ സമാഹരിക്കാൻ പറ്റിയിട്ടില്ല. BDJSന്റെ ഒരു റെലവൻസ് നഷ്ടപ്പെട്ടു കേരള രാഷ്ട്രീയത്തിൽ. അങ്ങനെയൊന്നും പറയാനില്ല. BDJSന്റെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. BJP അത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താൽക്കാലികമായി ചില കാര്യങ്ങളൊക്കെ വരാം. പക്ഷേ BDJSന്റെ പ്രസക്തി നഷ്ടപ്പെട്ടൊന്നും BJP നേതൃത്വത്തിലില്ല. വ്യക്തിപരമായ ഒരു സാധനമാണ്. നേരത്തെ പറഞ്ഞ അച്ഛൻ കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു, ശങ്കറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. താങ്കൾ കോൺഗ്രസ് ആയിരുന്നു, അടിമുടി കോൺഗ്രസ് കുടുംബം. BJPയിൽ ചേരാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ ഒരു മാനസിക വിക്ഷോഭം എങ്ങനെയാണ് താങ്കൾ ആ ഒരു തീരുമാനം? അല്ല, സ്വാഭാവികമായും അതൊരു മനസ്സംഘർഷം ഉണ്ടാവുക. അതെങ്ങനെയായിരുന്നു? നമ്മൾ ജനിച്ചു വളർന്ന പശ്ചാത്തലം അതെല്ലാം അവിടെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ ഒരു മാനസിക സംഘർഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് ഒരു ദിവസം തന്നെ അലട്ടിയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം തന്നെയാണ്. അത് എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അത് എങ്ങനെയാ താങ്കൾ ആ കടന്നുപോയ ഒരു ഇത് എങ്ങനെയാണ് അറിയാനാണ്? അല്ല, ഒന്ന് കോൺഗ്രസ് അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറി. മോദിജിയുടെ ഭരണം ഈ രാജ്യത്ത് വരുത്തിയൊരു മാറ്റം മറ്റേ വ്യക്തിപരമായ മാനസിക സംഘർഷം മാത്രം. അതാ ഞാൻ ചോദിക്കുന്നത്. വ്യക്തിപരം. മറുഭാഗത്ത് മോദിജി ഗവൺമെന്റ് വരുത്തിയിട്ടുള്ള ചലനങ്ങളുണ്ട്. കോൺഗ്രസ് അതിന്റെ ആശയങ്ങളിൽ നിന്നും പിന്നോട്ട് പോയി. ഇത് രണ്ടും കൂടി ചിന്തിച്ചപ്പോൾ ആ മാനസിക സംഘർഷം വളരെ പെട്ടെന്ന് മാറി. ഇത് പോകുന്നതിന് മുമ്പ് കോൺഗ്രസിൽ താങ്കൾക്ക് അടുപ്പമുള്ള നേതാക്കളുണ്ടെന്ന് എനിക്കറിയാം. അവരുമായിട്ട് ഇത് സംസാരിച്ചില്ല? ഇല്ല, ഒരു നേതാവുമായിട്ട് സംസാരിച്ചിട്ടില്ല. അത് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഞാൻ രാജിക്കത്ത് കൊടുത്തിട്ടില്ല, അവരെന്നെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ BJPയില് വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഭൂതാപടിക്ക് സ്ഥാനാർത്ഥിയാവുക. അവര് അത് താങ്കൾ കോൺഗ്രസ്സുകാരനാണ്, വളരെ കാലം കോൺഗ്രസ്സുകാരനായിരുന്നു, ഇപ്പൊ BJPക്കാരനാണ്. എന്ത് ഈ രണ്ട് പാർട്ടിയും തമ്മിലുള്ള ഒരു വ്യക്തി രണ്ടിലും പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള രീതിയിൽ ഇവരെ ഒന്ന് കമ്പയർ ചെയ്താൽ എങ്ങനെയാണ്? കോൺഗ്രസ് അതിന്റെ സ്ഥാപിത ആശയങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് മോദിജി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ നടത്തുന്ന അക്ഷീണമായ ഒരു പരിശ്രമം. ഇന്ന് ലോകത്തിന്റെ ശബ്ദം ആരുടെ ശബ്ദം? നരേന്ദ്രമോദിയുടെ ശബ്ദമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആരാ മധ്യസ്ഥയ്ക്ക് വിളിക്കുന്നത്? അമേരിക്ക ഒരു ഭീഷണിയൊക്കെ മുഴക്കി എവിടെയെങ്കിലും വഴങ്ങി കൊടുത്തു. ലോകത്തിൽ ഏറ്റവും കരുത്തനായ ചോദ്യം കോൺഗ്രസ്സുകാരനും BJPക്കാരനും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ചോദിക്കുക. ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ ദേശീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. മറുഭാഗത്ത് വിദേശത്തു നിന്നുള്ളവരാണ് ആ പാർട്ടി ഇത് നയിക്കുന്നത് എന്ന രീതിയിൽ അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറി. അപ്പോൾ ഈ രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനത്തിന് ഭാഗമാകുക എന്നുള്ളത് എനിക്ക് അഭിമാനമായി തോന്നി. താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് BJPയിൽ ജോയിൻ ചെയ്തതിന് ശേഷം? ഒരു മാറ്റം വരുത്തി. ഈ 2016 വരെ ആ പാർട്ടിയിലെ വിദേശത്തു നിന്നുള്ള ആൾക്കാരല്ലായിരുന്നു ലീഡ് ചെയ്തിരുന്നത്.
അല്ല അതെ അതിന്റെ ആശയങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ട് പോയത് ഒരു മാറ്റം ഭാരതം കണ്ടു പിന്നീട്. ആ മാറ്റം ഉൾക്കൊള്ളുന്നതാണല്ലോ ഇപ്പോൾ 20 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്. അപ്പോൾ ആ മാറ്റം ഉൾക്കൊള്ളുക എന്നത് ഒരു ഭാരതീയ പൗരന്റെ കടമയാണ്. അതിന്റെ ഭാഗമായിട്ട് മാറിയതാണ്. അതാണ് എൻ്റെ ഭാഗം. അല്ല, ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ മീഡിയയോട് സംസാരിക്കുമ്പം പറയുന്ന വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള പ്രസ്താവനകളാണ്. എൻ്റെ മുഴുവൻ വ്യക്തിപരമായ സംശയം, താങ്കൾ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ അതിലുണ്ടായ വിഷമം, അങ്ങനെ ഒരു മാറുമ്പം ചില മനുഷ്യർ ഇപ്പം പല CPM നേതാക്കളും CPM-ൽ നിന്ന് പുറത്താകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു നിർജീവമാവുക, കരയുക, ഇത്തരം ഒരുപാട് ഇത് അതൊന്നും ഒരു അതൊന്നും ഉണ്ടായിട്ടില്ല. സന്തോഷത്തോടെ പോയി. സന്തോഷത്തോടെ അങ്ങനെ വലിയ സന്തോഷം അങ്ങനെ ഒരു രീതി പുലർത്തുന്ന ആളുകളല്ല. നേരത്തെ ചോദിച്ചതാണ് ഈ SNDP NSS എന്നുള്ള 2 സംഘടനകൾ ശക്തമായിട്ട് നിൽക്കുന്നതാണ് BJPക്ക് കേരളത്തിൽ വളരുന്നതിനൊരു തടസ്സമായിരിക്കുന്നത്. അങ്ങനെയാണ് BJPക്ക് ഒരു സമുദായ സംഘടനയുടെയും ശക്തി തടസ്സമല്ല. BJP നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം, സമുദായ സംഘടന നടത്തുന്ന സമുദായം, അതൊക്കെ അവർ നടത്തണ്ടേ? അതൊക്കെ അവർ സാധ്യതയുണ്ടല്ലോ. ഈ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ശരി, എൻ്റെ 1-2 സംശയമാണ്. പിന്നെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് എന്താ ഒരു മുസ്ലിം ഔട്ട്റീച്ച് ഇല്ലാത്ത പോകുന്നു? അല്ല, മുസ്ലിം ഈ ഔട്ട്റീച്ച് എന്ന പദം BJPയുടെ പദമല്ല, അതൊരു മാധ്യമ സൃഷ്ടി പദം മാത്രമാണ്. ഞങ്ങൾ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വ്യക്തിപരമായി പൊതുവിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഒരു പാർട്ടി കമ്മിറ്റിയിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പദം ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, എൻ്റെ സംശയം എന്താ വെച്ചാൽ ഈ ക്രിസ്മസിന് കേക്കുമായിട്ടൊക്കെ ഇവരുടെ വിഷ്ണുമാരെ കാണാൻ പോകുന്നതുമല്ല. നമ്മൾ റംസാന് മറ്റേ ബിരിയാണി ആയിട്ട് ഈ മസ്ജിദിലൊന്നും പോയി കാണുന്നില്ല. അതുകൊണ്ടുള്ളൊരു സംശയം. ഈ 3ാമത്തെ സംശയം, നേരത്തെ താങ്കൾ പറഞ്ഞു ഈ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണ് എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഹിന്ദുത്വം ഒരു സനാതന ധർമ്മമാണല്ലോ പറയുന്നത്. ഹിന്ദുത്വം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, വേദങ്ങളുടെയും നിർവേദങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്, ഇതിഹാസങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. അവിടെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സനാതന ധർമ്മം എന്നൊക്കെ തന്നെ ഉപയോഗിച്ചല്ലേ. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണ്. ഇന്ത്യയുടെ പാരമ്പര്യമല്ലേ, ഇന്ത്യയുടെ പാരമ്പര്യവുമായി ചേർന്നത് ഭരണമാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ അമേരിക്കയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അല്ല, എൻ്റെ സംശയം അതല്ലായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ദേശീയത എന്ന് പറയുന്നത് ഒരു നാഷണാലിറ്റി എന്ന് പറയുന്നതൊക്കെ ഒരു ഹിന്ദുത്വമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ തനത് സംസ്കാരവും ചരിത്രവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ടുപോകും. BJP പറ്റി ചോദിക്കാം. BJP രാജു ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം, പുള്ളി ഈ ഇലക്ഷൻ ഹാൻഡിൽ ചെയ്ത രീതി, എന്തെങ്കിലും ഒരു പ്രീവിയസ് ഇലക്ഷനും ഇതും തമ്മിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അതെ, വ്യത്യാസമുണ്ട്. BJPയുടെ അജണ്ട തീരുമാനിക്കുന്നത് പാർട്ടിയാണ്, പാർട്ടിയുടെ ഒരു ടീമാണ്. അത് ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും. വ്യക്തികൾക്ക് അവിടെ പരിമിതിയുണ്ട്. വ്യക്തിയല്ലല്ലോ പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കുന്നത്, പാർട്ടിയല്ലേ അജണ്ട തീരുമാനിക്കുന്നത്. ഒപ്പം അതേ ആരോപണ പ്രത്യാരോപണങ്ങൾക്കല്ലല്ലോ പ്രാധാന്യം കൊടുത്തത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർക്കുക, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അന്ധമായി ആക്ഷേപിക്കുക, ഇതൊന്നും അല്ലല്ലോ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്തതാണ് വികസിത കേരളം. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. അവിടെയാണ് മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി പുതിയ ഒരു ആശയം ജനങ്ങളുടെ മുന്നിൽ വെക്കുക, വികസനത്തെക്കുറിച്ച് പറയുക. കേരളത്തിൽ വേണ്ടത് ആരോപണ പ്രത്യാരോപണങ്ങളല്ല, മറിച്ച് ഈ സംസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ വികസന കാഴ്ചപ്പാടിലേക്ക് മാറണം. ആ വികസനത്തെക്കുറിച്ച് നമുക്ക് ചർച്ചയാകാം എന്ന് ആണ് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പറഞ്ഞത്. അല്ലാതെ അവരെ പറയുന്ന പോലെ കേരളത്തിൻ്റെ അന്ന് വരെ കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയുക, മാധ്യമ വാർത്ത വരുത്താൻ ശ്രമിക്കുക, ആരോപണ പ്രത്യേകം എത്രയോ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കിടക്കുന്നു. വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആളെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് കേരളത്തിൽ. BJPയുടെ വികസിത കേരളം എന്നുള്ള അജണ്ടയും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വികസിത കേരളം അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് വാക്കുകളിൽ മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കേണ്ടത്. ജനത്തിന് ബോധ്യപ്പെടണ്ടേ ആ വികസനം എന്താണ്, ജനത്തിന് ബോധ്യപ്പെടണ്ടേ. ജനത്തിന് ബോധ്യപ്പെട്ടില്ല അവരുടെ വികസന കാഴ്ചപ്പാട്. ഇപ്പുറത്ത് അങ്ങനെയല്ല, അതാണ് വ്യത്യാസം. ഇപ്പം ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്
BJPക്ക് നിയമസഭയിൽ ഒരു പ്രാതിനിധ്യമുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് BJPക്ക് പ്രാതിനിധ്യമില്ല. BJP കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് പല വിധത്തിൽ സഹായങ്ങൾ തടസ്സപ്പെടുത്തുന്നതും മറ്റുമൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ടായി. പക്ഷേ ഇനി BJP നിങ്ങൾ 3 പേർക്കും ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും. കാരണം നിങ്ങൾ ജനങ്ങളെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഇരിക്കുകയാണ്. ഈ ഒരു വ്യത്യാസമുണ്ട്. ഇതിനെങ്ങനെയായിരിക്കും നിങ്ങൾ മറികടക്കുക? ഞങ്ങൾ നേരത്തെ നിലപാട് പറഞ്ഞു, ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുള്ളത് മോദിയുടെ കാലഘട്ടത്തിലാണ്. കണക്കുകൾ ഉദ്ധരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തോട് ഒരു വിവേചനത്തിന്റെയും പേരിൽ വികസന കാര്യങ്ങളിൽ BJP അത്ര നിലപാട് സ്വീകരിച്ചിട്ടില്ല. തുടർന്ന് BJP അങ്ങനെ തന്നെയായിരിക്കും. അതിനിപ്പോ ഈ 3 MLA-മാരുടെ നിലപാട് മാത്രമല്ലല്ലോ, മോദിജി സർക്കാരിന്റെ നിലപാടുണ്ടല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലായിടത്തും ഒരേപോലെ പോകുക എന്നുള്ളത്. അത് വീണ്ടും തുടരും. നിങ്ങൾ MLA-മാരായതിന്റെ കൂടുതൽ ഒരു അതെ, MLA-മാർ എന്ന രീതിയിൽ കേരളത്തിന്റെ പൊതുകാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഞങ്ങളുടേതായ സ്വാധീനം.